അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ച എന്നോണം 60-ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ ബദറിനെ സംബന്ധിച്ചുള്ള വിവരണം തുടരുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ടുള്ള ആ ദ്വന്ദ്വയുദ്ധം, മുബാറദക്ക് ശേഷം നേർക്കുനേരെയുള്ള ആ യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് റസൂലുള്ള അവസാനമായി ഖിബിലക്ക് അഭിമുഖമായി നിന്ന് തൻ്റെ ഇരു കൈകളും സമ്പൂർണ്ണമായി വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് റസൂലുള്ള വീണ്ടും അവസാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന സ്വഹീഹ് മുസ്ലിമിലും സുനൻ തുർമുദിയിലെല്ലാം കാണാൻ സാധിക്കും. റസൂലുള്ള പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅഅ്തനി, അല്ലാഹുമ്മ ആതി മാ വഅഅ്തനി. ഓ അല്ലാഹ്, എനിക്ക് നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിക്കണേ. അതേ പ്രാർത്ഥന റസൂലുള്ള തലേ ദിവസം രാത്രി മുതൽ അതേ പ്രാർത്ഥന ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ലാ തഅബുദ ഫിൽ അർളി അബദ. ഓ അല്ലാഹ്, ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു കൊച്ചു സംഘമെങ്ങാനും പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് നിന്നെ ആരാധിക്കുന്നവരായിട്ട് ഭൂമിയിൽ ഒരാളും അവശേഷിക്കുകയില്ല. റസൂലുള്ള അതേ പ്രാർത്ഥന ആവർത്തിക്കണം. ആ പ്രാർത്ഥനയിൽ മുഴുകി എത്രത്തോളം എന്ന് വെച്ചാൽ ഹദീസിൽ കാണാൻ സാധിക്കും, സഖത റിദാഉഹു അലാ മൻകിബൈ. റസൂലുള്ളാഹിൻ്റെ ആ കൈകൾ ആ വാനലോകത്തേക്ക് ഉയർത്തിയ സന്ദർഭത്തിൽ അവസാനം റസൂലുള്ളാഹിൻ്റെ ആ തോളിൽ നിന്നും ശിരോവസ്ത്രങ്ങൾ പോലും താഴേക്ക് വീണു എന്നുള്ളതാണ്. ആ മേൽവസ്ത്രം താഴേക്ക് വീണ സന്ദർഭത്തിൽ ആ കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹിൻ്റെ ഉറ്റമിത്ര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കണ്ട ഉടനെ തന്നെ ഓടി വന്ന് ആ ചുമലിൽ നിന്നും താഴേക്ക് വീണ വസ്ത്രം അത് കൈകൊണ്ടെടുത്ത് റസൂലുള്ളാഹിൻ്റെ ചുമലിൽ തന്നെ വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം റസൂലുള്ളാഹിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ നബിയല്ലാഹ് കഫാക മുനാശദതക റബ്ബക്. ഓ പ്രവാചകരെ, മതി പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് താങ്കൾ ഒരുപാട് സമയമായിട്ട് സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മതി പ്രവാചകരെ, ഫ ഇന്നഹു സയുൻജിസുലക മാ വഅദക. അല്ലാഹു സുബ്ഹാനഹു വതആല തീർച്ചയായിട്ടും താങ്കൾക്ക് നൽകിയ വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ മനോഹരമായിട്ടുള്ളൊരു കാര്യം, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 ഇമോഷനുകൾ, അതാണ് ഈ ഒരു രംഗം ചിത്രീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുമ്പോൾ വേണ്ട ഒന്നാമത്തെ ഇമോഷൻ എന്നുള്ളത് ഭയം, ഖൗഫാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്ത് അതാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് റജാ, പ്രതീക്ഷയാണ്. പ്രതീക്ഷ, അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രതികരണം പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് രണ്ടും ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അത് ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. അത് രണ്ടുമാണ് ഈ ഒരു സന്ദർഭം അത് മനോഹരമായിട്ട് പ്രതിഫലിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രതികരണം കേട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൾ താഴ്ത്തുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ സ്മരിക്കേണ്ട മനോഹരമായിട്ടൊരു ഹദീസ്, അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ളൊരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളെ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഹയ്യിയ്യുൻ കരീമുൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ലജ്ജിക്കുന്നു. യസ്തഹയി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഒരു അടിമ കൈകൾ ഉയർത്തിയാൽ അൻ യറുദ്ദഹുമാ സിഫ്രൻ, ആ കൈകളിൽ ഒന്നും വെക്കാതെ അല്ലെങ്കിൽ ആ കൈകളിൽ ഒന്നുമില്ലാതെ അതേ കൈകൾ മടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ലജ്ജിക്കുന്നു എന്നുള്ള. എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് അള്ളാഹുവിലേക്ക് ഒരു അടിമ കൈകൾ ഉയർത്തിയാൽ ആ കൈകളിലൊന്നും വെച്ചു കൊടുക്കാതെ അത് ശൂന്യമായിട്ട് ആ കൈകൾ മടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ലജ്ജിക്കുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്. അള്ളാഹുവിലേക്ക് ആ കൈകൾ ഉയർത്തുന്ന അബ്ദ് അല്ലെങ്കിൽ ആ അടിമ, അത് അള്ളാഹിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ആണെങ്കിലോ. ചിന്തിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആ കൈകൾ താഴ്ത്തിയ ഉടനെ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരികയാണ്. സുബ്ഹാനല്ലാഹ്. എന്തായിരുന്നു ഉത്തരം? അതാണ് സൂറത്തുൽ അൻഫാൽ, നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സൂറത്ത്, 8-ാം അധ്യായം, ആ സൂറത്തുൽ അൻഫാലിലെ 9-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വതആല ആ സന്ദർഭത്തിൽ നൽകുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇത് തസ്തഗീസൂന റബ്ബക്കും. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇസ്തിഗാസ, നിങ്ങൾ സഹായം തേടിയ സന്ദർഭം, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നിങ്ങൾ ചോദിച്ച അല്ലെങ്കിൽ നിങ്ങൾ സഹായം തേടിയ സന്ദർഭം, ആ സന്ദർഭത്തിൽ ഫസ്തജാബ ലക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഈ ഒരു സന്ദർഭമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉടനെ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എന്തായിരുന്നു ഉത്തരം? ആയത്തിൻ്റെ അടുത്ത ഭാഗം, അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടരെയുള്ള 1000-ഓളം വരുന്ന മലക്കുകളുടെ സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങൾക്ക് സഹായകമായിട്ട് വാനലോകത്തു നിന്നും പറഞ്ഞയക്കുകയാണ്.
1000-ഓളം വരുന്ന മലക്കുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ വാനലോകത്തു നിന്നും ആ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് സഹായകമായിട്ട് ഇറങ്ങി വരികയാണ്. ഈ ഒരു കാഴ്ച കണ്ട ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രകാശിതമാവാണ്. റസൂലുള്ളാഹ് മുന്നിൽ നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റസൂലുള്ളാഹ് അത്യധികം സന്തോഷത്തോടു കൂടെ പറഞ്ഞു, അബ്ശിർ യാ അബൂബക്കർ, അബൂബക്കർ നിങ്ങൾ സന്തോഷിക്കുക, കാരണം അള്ളാഹിൻ്റെ സഹായം ഇതാ വന്നെത്തിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹ് കൂട്ടിച്ചേർത്തു. റസൂലുള്ളാഹ് പറയുന്ന വാക്കുകൾ സ്വഹീൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹ് പറഞ്ഞു, റസൂലുള്ളാഹ് ഒരു പ്രത്യേക ദിശയിലേക്ക് ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹ് പറഞ്ഞു, ഹാദാ ജിബ്രീൽ ആഖിദും ബിറഅസി ഫറസിഹി അലൈഹി ഹാദാത്തുൽ ഹർബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂബക്കർ ഇതാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും ആ നേരെയുള്ള ആ ചുവന്ന മണൽക്കുന്നിൻ്റെ മുകളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് കാണാം. റസൂലുള്ളാഹി പറയാണ്, സുബ്ഹാനല്ലാഹ്. അവിടെ മനോഹരമായിട്ടുള്ളൊരു സൈഡ് പോയിന്റ്, മലക്കുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടങ്ങുന്ന ആ മലക്കുകളുടെ സംഘം ഇറങ്ങി വരുന്നത് അവരുടെ കുതിരകളുമായിട്ടാണ്. അപ്പോൾ മനുഷ്യരുടെ ലോകത്ത് നിന്നുള്ളത് പോലെ തന്നെ അദൃശ്യ ലോകത്തും ചില ജീവികൾ ഉണ്ടായിരിക്കണം. അല്ലാഹു അലം, അതാണത് കാണിച്ചു തരുന്നത്. അപ്പോൾ നേരത്തെ ഇസ്രാ മിറാജുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ നമ്മൾ ബുറാഖിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആപേക്ഷികമായിട്ടുള്ള ആ ജിന്നുകളുടെ ലോകം അത് നമുക്ക് അദൃശ്യ ലോകമാണ്. അപ്പോൾ ജിന്നുകളുടെ ലോകത്തുള്ള ചില ജീവികൾ, ദാബത്തുൽ ജിൻ അല്ലെങ്കിൽ ബഹീമത്തുൽ ജിൻ, ഇതേ രൂപത്തിലുള്ള ചർച്ചകൾ കാണാൻ സാധിക്കും. സമാനമായിട്ട് മലക്കുകളുടെ ലോകത്തും നമുക്കറിയാത്ത ചില ജീവികൾ ഉണ്ടായിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇവിടെ ചാന്ദ്രപികമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൻ്റെ ആരംഭത്തിൽ 8-ാമത്തെ വചനത്തിൽ വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ചിലതും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. 1000-ഓളം മലക്കുകൾ വാനലോകത്ത് നിന്നും ഇറങ്ങി വരാണ്. ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വളരെ ശ്രദ്ധേയമായിട്ടൊരു പ്രസ്താവന റഈസുൽ മുഫസ്സിരീൻ ഹബ്റുൽ ഉമ്മ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, യഥാർത്ഥത്തിൽ ബദറിൽ മാത്രമായിരുന്നു മലക്കുകൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പോരാടിയത്. അതിന് മുമ്പോ ശേഷം ആ രൂപത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് പല സന്ദർഭത്തിലും ഇപ്പോൾ ഹുനൈൻ യുദ്ധത്തിനെ സംബന്ധിച്ചല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതെല്ലാം ചെറിയ രൂപത്തിലുള്ള ഒരു സപ്പോർട്ട് മാത്രമായിരുന്നു മലക്കുകൾ നൽകിയത്. പക്ഷേ യുദ്ധക്കളത്തിൽ സംഘമായി അവർ വന്ന് പോരാടിയത് അത് ബദറിൽ മാത്രമാണ് സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്. അതും ബദറിൻ്റെ സവിശേഷതയാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞു, ഒരു ചുവന്ന ഒരു കുന്നിലേക്ക്, ഒരു മണൽക്കുന്നിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞത്. അവിടെയും നമ്മൾ ചേർത്ത് വായിക്കേണ്ട ശ്രദ്ധേയമായിട്ടൊരു പ്രസ്താവന, ആ ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബി സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കാലങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹിൻ്റെ വഫാത്തിനെല്ലാം ശേഷം വയോവൃദ്ധനായി കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ട അന്ധനായ സന്ദർഭത്തിൽ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് ആ സീറ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ഇപ്പോൾ സീറയുടെ 1-ാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു, സ്വഹാബികളും അതേപോലെ തന്നെ താബികളെല്ലാം അവരുടെ മക്കൾക്കും ശിഷ്യന്മാർക്കെല്ലാം റസൂലുള്ളാഹിൻ്റെ സീറ പറഞ്ഞു കൊടുത്ത് പല സന്ദർഭത്തിലും ആ ലൊക്കേഷനുകളിലേക്കെല്ലാം അവർ കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് തന്നെ അവർ ആ സീറ അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ജീവചരിത്രം എല്ലാം അവർ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പം അതേ രൂപത്തിൽ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാർക്ക് കാലങ്ങൾക്ക് ശേഷം ആ ബദറിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുക അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്താവന ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ലൗ കുൻതു മഅകുമുൽ ആന ബി ബദരിൻ വ മഈ ബസ്വരി, ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ആ ബദർ നടന്ന ആ ലൊക്കേഷനിലായിരുന്നെങ്കിൽ, അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് അടിവരയിടുക, അദ്ദേഹം പറയാണ്, എനിക്ക് കാഴ്ച കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ല അഖ്ബർതുക്കും ബി ശിഅബില്ലദീ ഖറജ്ത് മിൻഹുൽ മലായിക, മലക്കുകൾ വന്ന ആ ഒരു കുന്ന്, ആ ശിഅബ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു. ലാ അശക്കു വല അതമാറ, അതിലെനിക്കൊരു യാതൊരു സംശയവുമില്ല, അത്രയേറെ ഉറപ്പാണ് ആ ലൊക്കേഷൻ എനിക്ക് കൃത്യമായിട്ട് ഈ ഒരു സന്ദർഭത്തിലും എൻ്റെ മനസ്സിലുണ്ടെന്ന് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പിൻകാലഘട്ടത്തിൽ പറയാണ്. അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ആ സ്ഥലം പോലും അവരുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മലക്കുകൾ അവരിറങ്ങി വന്ന സ്ഥലം, അതേപോലെ തന്നെ അവർ കുതിരകളുണ്ടായിരുന്നു. അതുമാത്രമല്ല അവരുടെ വേഷം പോലും ഹദീസുകളിൽ കാണാൻ സാധിക്കും. മുസ്നദിൽ കടന്നു വരുന്ന സ്വഹിയായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, കാന യൽബസു അമാമത്തൻ സഫ്ര, അന്നത്തെ ദിവസം മലക്കുകൾ ഒരു മഞ്ഞ തലപ്പാവ്, ഒരു മഞ്ഞ തലയെക്കെട്ട് ധരിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങി വന്നത്. എന്തുകൊണ്ടാണ് മഞ്ഞ തലപ്പാവ് ധരിക്കാനുള്ള കാരണം? ഉർവ റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നൽ മലായികത നസലത് സീമ അസ്സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വേഷം അനുകരിച്ചാണ് മലക്കുകൾ അന്നത്തെ ദിവസം ആ മഞ്ഞ തലപ്പാവ് ധരിക്കാനുള്ള കാരണം. അതായത് സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു ബദറിൻ്റെ ദിനം അദ്ദേഹം ഒരു മഞ്ഞ തലയെക്കെട്ട് ധരിച്ചുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്നത്.
ഇപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിനോടുള്ള ആദരവ് കാരണം മലക്കുകൾ ആ വേഷത്തിൽ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് സാദൃശ്യം പുലർത്തി അതേ വേഷത്തിലായിരുന്നു അവർ ആ ബദറിലേക്ക് അവർ ഇറങ്ങി വന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആദരവാണിത്. ചിന്തിച്ചു നോക്കുക, മലക്കുകൾ പോലും വേഷത്തിൽ അദ്ദേഹത്തോട് സാദൃശ്യം പുലർത്തുകയാണ്. ഇപ്പോൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. നേരത്തെ നിരവധി ചില കാര്യങ്ങൾ മക്കൻ സീറയിൽ നമ്മൾ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹവാരിയു റസൂൽ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന ആ സ്വഹാബി റസൂലുള്ളാഹിൻ്റെ അടുത്ത ബന്ധുവാണ്. അത് മാത്രമല്ല സ്വാഹിബു ഹിജ്റത്തൈൻ, 2 ഹിജ്റകളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അബ്സീനിയൻ ഹിജ്റയിൽ, ആദ്യത്തെ അബ്സീനിയൻ ഹിജ്റയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അബ്സീനിയയിലുണ്ടായ മനോഹരമായിട്ടുള്ള അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളെല്ലാം അബ്സീനിയൻ ഹിജ്റയുടെ ചരിത്രത്തിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു. അതേപോലെ തന്നെ മക്കി കാലഘട്ടത്ത് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയൊരു പേര് അവ്വലു മൻ സല്ലാ സൈഫൻ ഫി സബീലില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ ആദ്യമായിട്ട് വാളുയർത്തിയ വ്യക്തി എന്നുള്ള ആ ഒരു പേര് അതും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ്. അതിനാസ്പദമായിട്ടുള്ള സംഭവം മക്കൻ സീറയിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ആ സംഭവം മക്കി കാലഘട്ടത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് റസൂലുള്ളാഹിനെ കാണാതായവാണ്. അപ്പോൾ ശത്രുക്കൾ റസൂലുള്ളാഹിനെ വധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കിംവദന്തി അവിടെ പടർന്ന സന്ദർഭത്തിൽ അത് കേട്ട ഉടനെ തന്നെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു വാളൂരി മക്കയുടെ തെരുവുകളിലുടനീളം റസൂലുള്ളാഹിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം ദൂരെ ഒരു താഴ്വരയിൽ അദ്ദേഹം റസൂലുള്ളാഹിനെ കണ്ടുമുട്ടുകയാണ്. പ്രത്യേകം മനസ്സിലാക്കണം, ആ സന്ദർഭത്തിൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 14-15 വയസ്സ് മാത്രമാണ് പ്രായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സുബൈർ എന്താണ് കയ്യിൽ വാള്? അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ റസൂൽ ചോദിച്ചു, ഇനി അതായത് എന്നെ ആരെങ്കിലും വധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ വാളുകൊണ്ട് നീ എന്താണ് അവരെ ചെയ്യുക? അപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവരെ ഒരിക്കലും വെറുതെ വിടില്ല, ഈ വാളുകൊണ്ട് ഞാൻ അവരെ വകവരുത്തുമെന്ന് ആ ധീരതയോടുള്ള ആ ഒരു ചെറുപ്രായത്തിലുള്ള ആ ഒരു മറുപടി കേട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് സുബൈർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിധീരനായിട്ടുള്ള ശക്തനായിട്ടുള്ള യോദ്ധാവ്, എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു. എത്രത്തോളം എന്ന് വെച്ചാൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം വഫാത്താകുന്ന സന്ദർഭത്തിൽ ശരീരത്തിൽ 70-ലധികം പാടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള മകൻ ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ പല സന്ദർഭത്തിൽ ഞാൻ ഉപ്പയുടെ പുറത്ത് കയറി കളിക്കുമ്പോൾ ഉപ്പയുടെ പുറത്ത് വലിയ 3 പൊത്തുകൾ, വലിയ 3 ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു. ആ ദ്വാരത്തിനകത്തേക്ക് എൻ്റെ വിരലുകൾ പോലും എനിക്ക് കയറ്റി വെക്കാൻ സാധിക്കുന്ന അത്രയും ആഴത്തിലുള്ള 3 ദ്വാരങ്ങൾ എൻ്റെ ഉപ്പയുടെ പിതാവിൻ്റെ പുറത്ത് എനിക്ക് കാണാമായിരുന്നു. അതിൽ 2 മുറിവുകൾ അത് ബദറിൽ വെച്ചും 1 യർമൂക്കിലും വെച്ച് സംഭവിച്ചതാണ്. ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്. സുബ്ഹാനല്ലാഹ്, അത്രയേറെ പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. ഇപ്പോൾ നമുക്കറിയാം ബദറുമായിട്ട് ബന്ധപ്പെട്ടും ബദറിലുള്ള അശ്വഭടന്മാർ 2 ആളുകളുടെ കയ്യിൽ മാത്രമാണ് കുതിരയുള്ളത്. അതിലൊന്ന് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവാണ്. ഇതെല്ലാം പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് മലക്കുകൾ എത്രയേറെ ആളുകളുണ്ടായിട്ടും ആ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ വേഷത്തിൽ ഇറങ്ങി വന്നു എന്നതിനുള്ള ചില ഉത്തരങ്ങളാണ് ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രൂപത്തിൽ 1000-ഓളം മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കാണ്. അവിടെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നൊരു ചോദ്യം, എന്തിനാണ് 1000-ഓളം മലക്കുകൾ? മലക്കുകൾ എന്നുള്ളത് അതിശക്തരാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് സൂറത്തു നജ്മിൽ അല്ലമഹു ഷദീദുൽ ഖുവ, അത്യധികം ശക്തനാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം 600 ജനാഹ്, 600-ഓളം ചിറകുകളുണ്ട്. അതിൽ ഒരു ചിറകിൻ്റെ അറ്റം കൊണ്ടാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സമൂഹത്തെ, സദോം ഗൊമോർ ആ പട്ടണത്തെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറച്ചിട്ടത്. അത്രയേറെ ശക്തരായിട്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ഒരാൾ തന്നെ ധാരാളമാണ്. പിന്നീട് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000-ഓളം മലക്കുകളെ പറഞ്ഞയച്ചത്? അതിനുള്ള ഉത്തരം പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് പിന്നീട് ചരിത്രത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് അത് കാണിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖാമാണ്, റസൂലുള്ളാഹിൻ്റെ സ്ഥാനമാണ്. അത്രയേറെ മലക്കുകൾ വിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായിട്ടുള്ള റസൂലുള്ളാഹിനെ സഹായിക്കുകയാണ്. ഒന്ന്. രണ്ടാമതായിട്ട് മലക്കുകളുടെ ആ ഒരു ആഗമനത്തിൻ്റെ, മലക്കുകളുടെ ആ വരവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് വിശ്വാസികൾക്കൊരു കരുത്ത് നൽകുക എന്നുള്ളത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലെ അടുത്ത വചനം 12-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇത് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നി മഅക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് ബോധനം നൽകി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നി മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഫസബ്ബിത്തുൽ ലദീന ആമനു, നിങ്ങൾ വിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തുക. അതായിരുന്നു അവർക്ക് നൽകിയ ഡ്യൂട്ടി.
വിശ്വാസികളെ ഫതബ്ബിത്തുൽ അവർക്ക് ഇസ്ബാത്ത് നൽകുക, അവരെ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തുക. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കുന്നതാണ്. ഫദ്രിബു ഫൗഖൽ അനാഖി വദ്രിബു മിൻഹും കുല്ല ബനാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ പോയി അവരുടെ കഴുത്തും അവരുടെ ആ വിരലെല്ലാം വെട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് നിർദ്ദേശം നൽകുകയാണ്. അപ്പോൾ മലക്കുകളുടെ പ്രധാനപ്പെട്ട ചുമതല ഫസബ്ബിതുൽ ലദീന ആമനു, വിശ്വാസികൾക്ക് സ്ഥൈര്യം പകരുക അല്ലെങ്കിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കൂടെ ഒരാളുണ്ടെന്ന് പറയുന്നതും ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നതും അത് രണ്ടും കേൾക്കുന്ന സന്ദർഭത്തിൽ ഏതാണ് മനസ്സിന് കൂടുതൽ ധൈര്യവും കരുത്തും പകരുക, ആ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, മലക്കുകളെ തീർച്ചയായിട്ടും അങ്ങേയറ്റം ശക്തനാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ധാരാളമാണ് ആ ശത്രുപക്ഷത്തെ മുഴുവൻ നശിപ്പിക്കാൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, മലക്കുകളല്ല യഥാർത്ഥത്തിൽ ബദറിൽ പോരാടിയത്. അത് മലക്കുകളുടെ ഒരു പോരാട്ടത്തിൻ്റെ വിജയമായിട്ടല്ല ബദർ നമ്മൾ അനുസ്മരിക്കുന്നത്. വിശ്വാസികൾ അവരുടെ പരിമിതികൾ മറന്ന് കഴിയുന്നത്ര യുദ്ധക്കളത്തിൽ അവർ അർപ്പിച്ച സന്ദർഭത്തിൽ സപ്പോർട്ടായിട്ട് സഹായകമായിട്ട് മലക്കുകൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയതാണ്. ആ രൂപത്തിലല്ലെങ്കിൽ, അതല്ലായിരുന്നെങ്കിൽ മലക്കുകളാണ് മുഴുവൻ നിർവഹിച്ചതെങ്കിൽ വിശ്വാസികൾ യുദ്ധക്കളത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. അവർ ടെൻറ്റിലിരുന്ന് തന്നെ മലക്കുകൾ ആ മുഴുവൻ ശത്രുക്കളെയും നശിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആകുന്ന സന്ദർഭത്തിൽ അവിടെ വിശ്വാസികളുടെ ത്യാഗം അനുസ്മരിക്കപ്പെടുന്നില്ല, മറിച്ച് അത് കേവലം ഒരു അദാബായിട്ട് മാറുകയാണ്. ആ രൂപത്തിലല്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലൊരു വ്യവസ്ഥ, ഒരു സബബ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളൊരു നിയമം എന്താണെന്ന് വെച്ചാൽ, പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് വിജയം ലഭിക്കൂ എന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും നൽകില്ല എന്നുള്ള. എന്തൊരു കാര്യത്തിനും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട്, നമ്മുടെ പരിശ്രമം നിർബന്ധമാണ്. ഒരാൾക്കും ഫ്രീ ആയിട്ട്, അത് പ്രവാചകന്മാരുടെ കാര്യത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫ്രീ ആയിട്ടൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചില സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്ന ഫലം നമ്മൾ നൽകുന്ന പരിശ്രമത്തേക്കാൾ വലുതായിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. പക്ഷേ നമ്മുടെ മാക്സിമം നമ്മൾ അവിടെ പരിശ്രമം നൽകേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അത് നൽകുമാറാകട്ടെ, അല്ലാഹുമ്മ ആമീൻ. ലഭിക്കാനിരിക്കുന്ന ആ സ്വർഗം, അത് നമുക്കറിയാം വിലമതിക്കാനാകാത്ത ചരക്കാണ്. ഒരാൾക്കും കർമ്മം കൊണ്ടത് വാങ്ങാൻ കഴിയുന്നതല്ല. പക്ഷേ നമ്മൾ കഴിയുന്നത്ര കർമ്മങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുനിയാവിൽ വെച്ച് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവൻ്റെ കാരുണ്യമായിട്ട് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഒന്നും ഫ്രീ അല്ല. അത് പ്രവാചകന്മാരുടെ കാര്യത്തിൽ പോലും മുഅ്ജിസത്തുകളുടെ കാര്യത്തിൽ പോലും നമുക്കത് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചെങ്കടൽ കടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടൽ പിളർത്തിയ സന്ദർഭത്തിൽ പോലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാഗത്തു നിന്നും ഒരു പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് നിർദ്ദേശിക്കുന്നുണ്ട്. സൂറത്ത് ശുആറാന്റെ 63-ാമത്തെ വചനത്തിൽ ഔഹ ഇലാ മൂസ അൻ ഇദ്രിബ് ബിഅസാക്കൽ ബഹർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ കയ്യിലുള്ള വടി കൊണ്ട് അടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ അത്രയും വലിയൊരു മുഅ്ജിസത്ത് നടത്തിയ സന്ദർഭത്തിൽ പോലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മറിയം റളിയല്ലാഹു അൻഹ അവർ ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഗർഭാവസ്ഥയിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ പഴങ്ങൾ നൽകിയ സന്ദർഭത്തിൽ സൂറത്ത് മറിയമിൻ്റെ 25-ാമത്തെ വചനത്തിൽ വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിതു അലൈകി റുതുബൻ ജനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മറിയമിനോട് ആ ഈത്തപ്പന ആ വൃക്ഷം പിടിച്ച് കുലുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. അവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, അവർ കുലുക്കിയത് കൊണ്ടല്ല ആ ഈത്തപ്പഴം വീണത്. പക്ഷേ കുലുക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തി, ആ ഒരു ചെറിയ പ്രവൃത്തി ചെയ്ത സന്ദർഭത്തിൽ അവർ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഒമാ റമൈത ഇത് റമൈത, ഇതേ ബദറുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉടനെ തന്നെ ആയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബദറിലും ഇതേ രൂപത്തിൽ സമാനമായിട്ട് കഴിയുന്നത്ര അവരുടെ പരിമിതികൾ മറന്ന് അവർ കഴിയുന്നത്ര അവരുടെ എഫേർട്ട് അവിടെ നിക്ഷേപിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിട്ട് സഹായിക്കുകയാണ് ചെയ്തത്. ആയുധങ്ങളുടെയും മറ്റെല്ലാം പരിമിതി അവർ ഭയന്ന് ആ പരിമിതികളെല്ലാം മറന്ന് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അവർ ഇറങ്ങിയ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷിക്കാത്ത റിസൾട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. ചില സന്ദർഭത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കും, വിശ്വാസികളിൽപ്പെട്ട സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ വാളോങ്ങിയ സമയത്ത് ആ ശത്രുക്കളുടെ തല നിലത്ത് വീഴുന്നതായിട്ട് കണ്ടു എന്നുള്ള. അതായത് മലക്കുകളാണത് നിർവഹിക്കുന്നത്.
അപ്പോൾ വാളോങ്ങുന്ന ആ ഒരു പ്രവൃത്തി വരെ അവരെത്തിയ സന്ദർഭത്തിൽ ബാക്കി മലക്കുകൾ ചെയ്തു എന്നുള്ള ഈ രൂപത്തിലാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇൻഷാ അല്ലാഹ് മലക്കുകൾ യുദ്ധക്കളത്തിൽ ചെയ്ത അവരുടെ ആ യുദ്ധ രീതികളെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമ്മൾ യുദ്ധത്തിലേക്ക് സമ്പൂർണ്ണമായിട്ട് മലക്കളുടെ ഭാഗം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നമുക്ക് പറയാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിച്ച സന്ദർഭത്തിൽ മലക്കുകൾ വിട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായ വാഗ്ദാനം നൽകുകയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അബ്ശിറിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അനുയായികളായിട്ട് റസൂലുള്ളാഹി അത് പങ്കുവച്ചു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേക വചനം റസൂലുള്ളാഹി അവിടെ ഉരുവിട്ടു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൻ്റെ 45-ാമത്തെ വചനം റസൂലുള്ളാഹി ആ ഒരു സന്ദർഭത്തിൽ പാരായണം ചെയ്തു. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, ആ സംഘം തോൽപ്പിക്കപ്പെടും, ആ സംഘം പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യുമെന്നുള്ള ആ ഒരു വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ റസൂലുള്ളാഹി പാരായണം ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു വചനം സൂറത്തുൽ ഖലമിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് മക്കി സൂറത്താണ്, മക്കൻ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സൂറത്താണ്. അപ്പോൾ മക്കി കാലഘട്ടത്തിൽ ആ ഒരു പീഡനത്തിനും അബിസീനിയൻ പലായനത്തിൻ്റെ എല്ലാം ആ ചരിത്രം അതെല്ലാം അരങ്ങേറുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ ഖമർ അവതരിപ്പിക്കുന്നത്. ആ സൂറത്തുൽ ഖമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 45-ാമത്തെ ആയത്തിൽ സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, ആ സംഘം പിന്തിരിഞ്ഞോടും അവർ പരാജയപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ പറയാണ്. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്, ആ സൂറത്തിൽ എന്താണ് പറയുന്നതെന്ന് അന്ന് ഒരാൾക്കും മനസ്സിലായില്ല. ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ആ സംഘത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മക്കി കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് അവതരിപ്പിച്ച സന്ദർഭത്തിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്താണ് അവിടെ പറയുന്നത്? അയ്യു ജംഇ യുഹ്സം അല്ലെങ്കിൽ അയ്യു ജംഇ യുഗ്ലബ്, അതിൽ ഏത് സംഘം പരാജയപ്പെടും, ഏത് സംഘം പിന്തിരിഞ്ഞോടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് കാലങ്ങളായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ബദറിൻ്റെ പ്രഭാതത്തിൽ ആ യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനം പാരായണം ചെയ്ത സന്ദർഭത്തിൽ ഫഅറഫ്തു തഅ്വീലഹാ യൗമ ഇദിൻ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോഴാണ് എനിക്ക് ആ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലായത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അതായത് മക്കി കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനം നൽകി, അത് യഥാർത്ഥത്തിൽ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ നേരത്തെ ഉഹുദിനെ സംബന്ധിച്ച് മുൻകൂട്ടി സൂറത്തുൽ അൻഫാലിൽ വരുന്ന ആ വചനത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ സമാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കി കാലഘട്ടത്തിൽ ഈ ഒരു വചനത്തിലൂടെ യഥാർത്ഥത്തിൽ ബദറിലുള്ള വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവചിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ സമാനമായിട്ട് കടന്നു വരുന്ന മറ്റൊരു ഭാഗം ഇതിനോട് ചേർത്ത് പരാമർശിക്കേണ്ടതുണ്ടെന്ന് തോന്നുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂം, റോം എന്നുള്ള പേരിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം, റോം റോം പരാജയപ്പെട്ടിരിക്കുന്നു, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറയുന്നത്. അതായത് മനസ്സിലാക്കിയിരിക്കുക, മക്കൻ കാലഘട്ടത്തിൽ ഈ ഒരു സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ബദറിൻ്റെ ഏകദേശം 9-10 വർഷങ്ങൾക്ക് മുമ്പാണ് സൂറത്ത് റൂം മക്കി കാലഘട്ടത്തിൽ റസൂലുള്ളാഹിക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ മക്കയിലായിരിക്കുന്ന സന്ദർഭത്തിൽ അക്കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ 2 സൂപ്പർ പവറുകൾ റോമും പേർഷ്യയാണ്. അവർ കാലങ്ങളായിട്ട് അവർ യുദ്ധം ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങൾ സദാസന്ദർഭത്തിലും മുസ്ലിങ്ങൾ റോമിനെ പിന്തുണച്ചു. കാരണം വിശ്വാസപരമായിട്ട് നമ്മൾ നിരവധി സാദൃശ്യങ്ങൾ പുലർത്തുന്ന ക്രിസ്തുമത വിശ്വാസികളാണ് റോമിലുള്ളത്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ വേദഗ്രന്ഥവും പ്രവാചക ആ രൂപത്തിലുള്ള സങ്കല്പങ്ങളിലെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ സദാസന്ദർഭത്തിലും റോമിനെ പിന്തുണച്ചു. അതേ സന്ദർഭത്തിൽ മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളായിട്ടുള്ള ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ സദാസന്ദർഭത്തിലും പേർഷ്യയാണ് സപ്പോർട്ട് ചെയ്തത്. കാരണം വിശ്വാസപരമായിട്ട് പേർഷ്യക്കാരെന്നുള്ളത് മജൂസികളാണ്, ബഹുദൈവാരാധകരാണ്. പക്ഷേ ഒരു പ്രത്യേക പോയിന്റിൽ, മക്കി കാലഘട്ടത്തിലൊരു പോയിന്റിൽ ഈ പേർഷ്യക്കാർ റോമക്കാർ അതായത് റോമക്ക് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന രൂപത്തിൽ പേർഷ്യൻ സാമ്രാജ്യം റോമക്കാരെ തകർത്ത് തരിപ്പണാക്കുകയാണ്. പ്രധാനപ്പെട്ട റോമക്കാരുടെ പട്ടണങ്ങളെല്ലാം ഓരോന്നായിട്ട് ഈജിപ്തും അതേപോലെ തന്നെ ജെറൂസലേമും ഇതേ രൂപത്തിലുള്ള നിരവധി പട്ടണങ്ങൾ ഓരോന്നായിട്ട് പേർഷ്യ പിടിച്ചടക്കി റോമിനെ അവർ തകർത്ത് തരിപ്പണാക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ മുസ്ലിങ്ങളെ പരിഹസിക്കാനും തുടങ്ങി. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത റോമക്കാരുടെ അവസ്ഥ എന്താണ്, ഇതേ രൂപത്തിലായിരിക്കും നിങ്ങളുടെയും അവസ്ഥ. അതുകൊണ്ട് ആ രൂപത്തിലെല്ലാം അവർ പരിഹസിക്കാനും തുടങ്ങി. ഈ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൃത്യ സ്പോട്ടിൽ ഈ ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
സൂറത്ത് റൂം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. ആ സൂറത്ത് റൂമിൻ്റെ അടുത്ത വചനത്തിൽ അസാധ്യമായിട്ടുള്ള അക്കാലഘട്ടത്തിൽ ഒരാൾക്കും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു അസാധ്യമായിട്ടുള്ള പ്രവചനം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് റൂമിൻ്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അടുത്ത നാട്ടിൽ വെച്ച് ഉടനെ തന്നെ റോമക്കാർ തിരിച്ചടിച്ച് തിരിച്ചു വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസാധ്യമായിട്ടുള്ള പ്രവചനം നടത്തുകയാണ്. അദ്നൽ അർള എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അതുപോലും പരിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും വലിയൊരു മഹാത്ഭുതമാണ്. ധന എന്നുള്ള പദം, ആ ഒരു പദത്തിന് 2 അർത്ഥങ്ങളാണ്. ഒന്നാമത്തെ അർത്ഥം ഏറ്റവും അടുത്തുള്ള, അഖറബ് എന്നുള്ള അർത്ഥമാണ്, അടുത്തുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം താഴ്ന്നത് എന്നുള്ള അർത്ഥമാണ്, നിയറസ്റ്റ് ആൻഡ് ലോവസ്റ്റ്. ഈ 2 അർത്ഥങ്ങളാണ് ധന എന്നുള്ള പദം. അതേ പദത്തിൽ നിന്നും വരുന്ന ദുനിയ, രണ്ടും അതേ അർത്ഥമാണ്. ദുനിയ എന്നുള്ള പദത്തിന് സമാനമായിട്ടുള്ള അർത്ഥമാണ്. നേരത്തെ ബദറുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഉദ്ബത്തു ദുനിയ വഹും ബിൽ ഉദ്ബത്തി ദുനിയ നമ്മൾ നേരത്തെ ഓർക്കുന്നുണ്ടാവും. അടുത്ത താഴ്വര, അതേ പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവചനത്തിൽ ഉടനെ തന്നെ ആ താഴ്ന്ന നാട്ടിൽ അല്ലെങ്കിൽ ആ താഴ്ന്ന പ്രദേശത്ത് വെച്ച് അവർ റോമക്കാർ വിജയം നേടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവചിക്കുന്നത്. ഏറ്റവും മഹാത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റോമക്കാർ തിരിച്ചു വരുന്ന ആ യുദ്ധം നടക്കുന്നത് ചാവുകടൽ തീരത്ത് വെച്ചിട്ടാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നുള്ളത്, ഭൂമിയിലെ കരയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നുള്ളത് ആ ചാവുകടൽ ഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 431 മീറ്റർ താഴ്ചയിലാണ് ആ പ്രദേശം. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും താഴ്ന്ന നിരപ്പിലുള്ള ഹൈവേ 90, അതെല്ലാം അതിലൂടെയാണ്, ആ ഒരു ഭാഗത്താണുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ താഴ്ന്ന ഭാഗത്ത് വെച്ച് അവർ വിജയിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. ആ താഴ്ന്ന ഭാഗം എന്നുള്ള ആ ഒരു പ്രയോഗം പോലും മഹാത്ഭുതമാണ്. ചിന്തിച്ചു നോക്ക്. അതായത് അത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഭൂമിയിലുള്ള ഓരോ പോയിന്റും കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഏതാണ് താഴ്ന്ന പോയിൻ്റെന്ന്, ഏറ്റവും താഴ്ന്ന പോയിൻ്റെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അറേബ്യക്ക് പുറത്ത് പോലും പോകാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഭൂമിയിലുള്ള ഏറ്റവും താഴ്ന്ന പോയിൻ്റ് ഇത്ര കൃത്യമായിട്ട് പറയാൻ സാധിക്കുക? അത് കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഭൂമിയെ സൃഷ്ടിച്ച് ഒരേ സന്ദർഭത്തിൽ ആ ഭൂമിയിലുള്ള എല്ലാ പ്രതലങ്ങളെയും ഒരേ സന്ദർഭത്തിൽ നിരീക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഗ്രന്ഥമാണെന്ന് നിരവധി തെളിവുകൾ, ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു തെളിവ് കൂടെയാണ് ഈ ഒരു പ്രയോഗം. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റോം തിരിച്ചു വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നാണ് തിരിച്ചു വരിക? ഫീ ബിദ്ഇ സിനീൻ, ഏകദേശം ഒരു 9-10 വർഷങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് നേരത്തെ മക്കി കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ നാം പറഞ്ഞിരുന്നു. ഈ ഒരു പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു ഖലഫുമായിട്ട് വെറ്റുവെക്കുന്ന അതേ രൂപത്തിലുള്ള സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഏറ്റവും അത്ഭുതപ്പെടുന്നൊരു കാര്യം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു റോമ സാമ്രാജ്യം തിരിച്ചു വരുന്നത് ക്രിസ്താബ്ദം 624 അത് സംഭവിക്കുന്നത്. അതായത് പേർഷ്യ തകർത്തതിന് ശേഷം 8-9 വർഷത്തിന് ശേഷം റോമക്കാർ തിരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ റോമക്കാർ തിരിച്ചു വരുന്നതും മുസ്ലിങ്ങൾ ബദറിൽ വിജയിക്കുന്നത് രണ്ടും ഒരേ സന്ദർഭത്തിലാണ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് വെച്ച് സൂറത്ത് റൂമിലുള്ള ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ റോം തിരിച്ചു വരുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയാണ് വയൗമ ഇദിൻ യഫ്റഹുൽ മുഅ്മിനീൻ, അന്നത്തെ ദിവസം വിശ്വാസികൾ അങ്ങേയറ്റം സന്തോഷിക്കും, വിശ്വാസികൾ അങ്ങേയറ്റം സന്തുഷ്ടരാകും. അതാണ് 4-ാമത്തെ ആയത്തിൻ്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അടുത്ത ആയത്തിൽ എന്തിനാണ് അവർ സന്തോഷിക്കുന്നത്? ബിനസ്രില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിച്ചത് കാരണം അന്ന് വിശ്വാസികൾ അങ്ങേയറ്റം സന്തോഷിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് അവർക്ക് ആ ഒരു സന്ദർഭത്തിൽ മക്കി കാലഘട്ടത്തിൽ അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ബദറിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം, ബദറിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലഖദ് നസറക്കുമുല്ലാഹു ബി ബദർ. സൂറത്ത് ആൽ ഇംറാൻ്റെ 123-ാമത്തെ വചനം. ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു. വലഖദ് നസറ, അവിടെ നേരത്തെ സൂറത്ത് റൂമിൽ ബിനസ്രില്ല, അള്ളാഹിൻ്റെ സഹായം കാരണം വിശ്വാസികൾ സന്തോഷിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചിന്തിച്ചു നോക്കാം, മക്കി കാലഘട്ടത്തിലുടനീളം വിശ്വാസികൾ ഈ ഒരു ആയത്ത് സൂറത്ത് റൂം പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വഹാബികൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവുക, നേരത്തെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ അത് റോമിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികൾ സന്തോഷിക്കുമെന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ യഥാർത്ഥത്തിൽ അതുവഴി ഇൻഡയറക്റ്റായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ സന്ദർഭത്തിൽ സംഭവിക്കാനിരിക്കുന്ന വിശ്വാസികളുടെ ബദറിലുള്ള ആ വിജയം അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവചിക്കുകയാണ്. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ തന്നെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ
പ്രഗത്ഭരായിട്ടുള്ള സ്വഹാബികൾ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റോമൻ സാമ്രാജ്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന അതേ ആ ഒരു പോയിന്റിൽ തന്നെ 8-9 വർഷങ്ങൾക്ക് ശേഷം വിശ്വാസികൾ ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ തിരിച്ചുവരവ് സംഭവിക്കുന്ന അതേ സന്ദർഭത്തിൽ വിശ്വാസികളുടെ സന്തോഷത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് പ്രവചിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിലുള്ള വിജയം നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് പ്രവചിക്കുകയായിരുന്നു. നേരത്തെ സൂറത്തുൽ ഖലമിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ സയഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, സമാനമായിട്ടാണ് സൂറത്തുൽ റൂമിലുള്ള തുടക്കത്തിലുള്ള ആ വചനവും ബദറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി പ്രവചിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ അൽഫൻ മിനൽ മലായികത്തി മുർദിഫീൻ 1000ഓളം മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് അയക്കുകയാണ്. അപ്പോൾ ഈ മലക്കുകളുടെ ആ പ്രവാഹം, മലക്കുകൾ വന്നിറങ്ങുന്നത് മുസ്ലിം പക്ഷത്തു നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ ആ ക്യാമറ ശത്രുപക്ഷത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ അത്ഭുതപ്പെടുന്നൊരു കാര്യം, മുസ്ലിം പക്ഷത്തു നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളെ കാണുന്നുണ്ട്, അതേ രൂപത്തിൽ ശത്രുപക്ഷത്തു നിന്നും ഒരു വ്യക്തി കൃത്യമായിട്ട് ആ മലക്കുകളെ കാണുന്നുണ്ടായിരുന്നു. ആരാണെന്ന് ഒരല്പം പിറകോട്ട് നമ്മൾ പോയാൽ ആ ബദറിൻ്റെ 2ാമത്തെ ഭാഗത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ ഖുറൈശികൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട സന്ദർഭത്തിൽ ആ ഖുറൈശികളും ബനൂ ബക്കർ ഗോത്രവും തമ്മിലുള്ള പ്രശ്നം, അവരാ ബനൂ ബക്കർ ആക്രമിക്കുമെന്ന് ഭയന്നു. ആ സന്ദർഭത്തിൽ സുറാഖ് ബിൻ മാലിക് എന്നുള്ള ആ കിനാന ഗോത്രത്തലവൻ്റെ വേഷത്തിൽ വേഷപ്രച്ഛന്നനായിട്ട് പിശാച് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ പിശാച് അവരോട് വാക്കെല്ലാം നൽകി ആ ഖുറൈശി സംഘത്തെ നയിച്ചു കൊണ്ടുവന്നത് പിശാചാണ്. അവിടെ മുതൽ ഇതുവരെ അവരെ നയിച്ച ആ യുദ്ധക്കളത്തിലും മുന്നിൽ പിശാച് വേഷപ്രച്ഛന്നനായിട്ട് പിശാച് അവിടെയുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 48ാമത്തെ വചനം അന്ന് ഞാൻ അവിടെ ഉദ്ധരിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം ഒപ്പിയെടുത്തുകൊണ്ട് വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ് വ ഇന്നി ജാറുൽ ലക്കും, പിശാച് അവരോട് പറഞ്ഞതാണ്, നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല, കാരണം വ ഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങളെ സംരക്ഷകനായിട്ട് കൂടെയുണ്ട്. അങ്ങനെ പിശാച് അതും പറഞ്ഞുകൊണ്ട് അവരെ നയിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് പിശാച് കൊണ്ടുവന്ന് ആ രൂപത്തിൽ ബദറിൻ്റെ ആ രണാങ്കണത്തിൽ അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പുറത്ത് മലക്കുകളുടെ ആഗമനം കണ്ട സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെല്ലാം കണ്ട സന്ദർഭത്തിൽ പിന്നീട് എന്താണ് പിശാചിന് സംഭവിച്ചത്? അതാണ് സൂറത്തുൽ അൻഫാലിലെ 48ാമത്തെ വചനത്തിൻ്റെ ബാക്കി ഭാഗം പറയുന്നത്. അവിടെ നമ്മൾ ആ ഭാഗത്ത് പോസ് ചെയ്ത് വെച്ചതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മലക്കുകളെ കണ്ട ഉടനെ തന്നെ പിശാച് ഫലമ്മാ തറാഅത്തിൽ ഫിഅത്താൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇരുപക്ഷവും നേർക്കുനേരെ കണ്ട സന്ദർഭത്തിൽ നഖസ അല അഖിബൈഹി, പിശാച് ഉടനെ തന്നെ പിന്തിരിഞ്ഞോടാണ്. മലക്കളെ കണ്ട സന്ദർഭത്തിൽ പിശാച് ഭയന്ന് ഓടാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഉടനെ തന്നെ ഖുറൈശി സൈന്യത്തിലുണ്ടായിരുന്ന ഹാരിസ് ബിൻ ഹിഷാം എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഉടനെ തന്നെ സുറാഖ, അതായത് അവർ സുറാഖയാണെന്നാണ് കരുതുന്നത്, അതിനെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു, എങ്ങോട്ടാണ് ഓടുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സുറാഖ അല്ലെങ്കിൽ പിശാചിനെ പിടിച്ചു വെക്കാൻ നോക്കിയ സന്ദർഭത്തിൽ പിശാച് ആ ഹിഷാമിനെ, ആ ഹാരിസ് ബിൻ ഹിഷാം എന്നറിയപ്പെടുന്ന ആ ഖുറൈശി സംഘത്തിലുണ്ടായിരുന്ന വ്യക്തിയെ പിശാച് ശക്തമായിട്ട് തള്ളുകയാണ്. ആ തള്ളിൻ്റെ ആ ശക്തി കാരണം ആ വ്യക്തി മേലേക്ക് ഉയർന്ന് താഴേക്ക് പതിക്കുകയാണ്. നമുക്കറിയാം പിശാച് എന്നുള്ളത് ജിന്നാണ്, ജിന്ന് അതിശക്തരാണ്. ആ വ്യക്തി മുകളിലേക്ക് പൊന്തി താഴെ വന്ന് വീഴുകയാണ്. ശേഷം പിശാച് തന്നെ അവരോട് പറഞ്ഞു, ഇന്നി അറാ മാലാ തറൗൻ, ഞാൻ ഓടാനുള്ള കാരണം നിങ്ങൾ കാണാത്തത് ചിലത് എനിക്കിവിടെ കാണാൻ സാധിക്കും. കാരണം നമുക്കറിയാം അപ്പുറത്ത് മലക്കുകളാണ്. മലക്കുകൾ എന്നുള്ളത് നമുക്കറിയാം, മലക്കുകൾ പ്രകാശം കൊണ്ടുള്ള സൃഷ്ടികളാണ്. അതേ സന്ദർഭത്തിൽ പിശാച് ജിന്നാണ്, ജിന്നെന്നുള്ളത് തീ കൊണ്ടുള്ളതാണ്. അപ്പോൾ തീ കൊണ്ട് സൃഷ്ടിച്ച പിശാചിന് തീർച്ചയായിട്ടും പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച മലക്കുകൾ അപ്പുറത്ത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പിശാച് ഭയന്നോടുകയാണ്. എന്നിട്ട് പിശാച് വീണ്ടും പറഞ്ഞ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നി അഖാഫുല്ല, പിശാചാണ് പറയുന്നത്, ഞാൻ അള്ളാനെ ഭയപ്പെടും. അതും പറഞ്ഞുകൊണ്ട് പിശാച് നിന്ദ്യനായി ആ യുദ്ധക്കളത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉദ്ധരണി തഫ്സീറുകളിലും അതേപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം കാണാൻ സാധിക്കും. ഹദീസ് എന്നുള്ള നിലക്ക് അത് മുർസലാണ്. പക്ഷേ ഈ ഒരു ഉദ്ധരണി പല തഫ്സീറുകളിലും ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഉദ്ധരണിയിൽ മാ റുഇയ ഇബ്ലീസ് അസ്ഗറ വല അഹ്ഖറ മിൻഹു ഫി യൗമിൻ കയൗമി അറഫ ഇല്ലാ മാ കാന മിൻഹു യൗമ ബദർ. അതായത് പിശാച് ഏറ്റവും നിന്ദ്യനായ, അതായത് പിശാച് ഒന്നുമല്ലാതായ ഒരു ദിനം, അത് ഒന്ന് അറഫാ ദിനാണ്. അറഫാ ദിനം നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്നും പാപമോചനം നൽകി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനാണ്. അതേ രൂപത്തിൽ പിശാച്
അതല്ലാതെ പിശാച് ഏറ്റവും കൂടുതൽ നിന്ദനായ, ഏറ്റവും പിശാച് ഒന്നുമല്ലാതായി പോയൊരു ദിനം അത് ബദറിൻ്റെ ദിനമായിരുന്നു. കാരണം ബദറിൻ്റെ ദിവസം ആ മലക്കുകളെ കണ്ട സന്ദർഭത്തിൽ പിശാച് അങ്ങേയറ്റം നിന്ദനായി അവിടെ നിന്ന് ഓടേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, ഇവിടെ മനോഹരമായിട്ടുള്ളൊരു രണ്ട് പ്രതീകങ്ങളാണ്. ഒരു പക്ഷത്ത് സാക്ഷാൽ ഇബ്ലീസ്, അത് അഹങ്കാരിയായ നമ്മുടെ എല്ലാം പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലും ആ സ്വർഗത്തിൽ നടന്ന സംഭവം, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ ആ കൽപ്പന, സുജൂദ് ചെയ്യാനുള്ള ആ കൽപ്പന ധിക്കരിച്ച അഹങ്കാരിയായിട്ടുള്ള ഇബ്ലീസ്, അതാണ് ഒരു ഭാഗത്തുള്ളത്. അതേ ആ ഇബ്ലീസിനെ അപ്പടി പിൻപറ്റുന്ന അതേ ക്വാളിറ്റിയാണ് അവിടെയുള്ള നിരവധി ആളുകളിലും കാണാൻ സാധിക്കുന്നത്. ചിന്തിച്ചു നോക്കുക, അബൂജഹൽ അനവുള്ള, അതേപോലെ തന്നെ ഉഖബ ഇബ്ൻ അബി മുഈത്ത്, ഉത്ബ, അതേ രൂപത്തിലുള്ള ആളുകൾ, അതെല്ലാം അതേ ആ ഒരു കാറ്റഗറിയാണ് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതേ സന്ദർഭത്തിൽ മറുവശത്ത് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖായിട്ടുള്ള ഏറ്റവും സവിശേഷ സൃഷ്ടിയായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വാനലോകത്തെ സയ്യിദുൽ മലായിക്കയായിട്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ ലോകത്ത് നടന്ന ഏറ്റവും നല്ല മനുഷ്യനെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആ നന്മയുടെ പ്രതീകങ്ങളാണ് ഒരു വശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആ പ്രതീകങ്ങൾ ഇരുവശത്ത്, അത് രണ്ടും കൃത്യമായിട്ട് രണ്ട് ഭാഗത്ത് കാണാൻ സാധിക്കുകയാണ്. ഇതേ രൂപത്തിൽ ഭൂമിയിൽ ഒരു സംഗമിച്ച മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്നുള്ള. അതുകൊണ്ടാണ് ആ രണ്ട് പ്രതീകങ്ങൾ അതേ രൂപത്തിൽ, സത്യവും അസത്യവും തമ്മിലുള്ള ആ രണ്ട് പ്രതീകങ്ങൾ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദറിൻ്റെ ദിനത്തെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിനെ 41-ാമത്തെ വചനത്തിൽ യൗമുൽ ഫുർഖാനി യൗമുൽ തഖൽ ജംആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിനമെന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദറിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്. ഇവിടെ സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം, ആ നിർണായകമായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു പിശാചിൻ്റെ പിന്മാറ്റം നൽകുന്ന വലിയൊരു പാഠമുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതായത് പിശാച് അവരെ അങ്ങേയറ്റം പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് അതുവരെ പിശാച് കൊണ്ടുവന്നത്. ഏറ്റവും വലിയ വാഗ്ദാനം, ഇന്നീ ജാറുല്ലക്കും, ഞാൻ നിങ്ങളുടെ സംരക്ഷകനായിരിക്കും എന്നെല്ലാം പറഞ്ഞ് അവരുടെ ആ സംരക്ഷണ ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുത്തിട്ടാണ് പിശാച് അത്രയും ദൂരം അവരെ നയിച്ചു കൊണ്ടുവന്നത്. പക്ഷേ ആ കാര്യത്തോട് അടുത്ത സന്ദർഭത്തിൽ പിശാച് അവസാന ഘട്ടത്തിൽ അവരെ കൈയൊഴിയുന്ന ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിന്തിച്ചു നോക്കുക, യഥാർത്ഥത്തിൽ ഈ ദുനിയാവിലുടനീളം ഖിയാമത്ത് നാൾ വരെ പിശാച് അതേ ദൗത്യം തന്നെയാണ് പിശാച് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതും പിശാച് അതേ ദൗത്യമാണ്. നിരവധി വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളെല്ലാം നൽകി പിശാച് അവൻ്റെ വലയിലേക്ക് ആളുകളെ വലയിലേക്ക് വീഴ്ത്തുകയാണ്. അവസാന ഘട്ടത്തിൽ പിശാച് പിന്മാറുന്നൊരു ചിത്രവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ സാന്ദർഭികമായിട്ട് നമ്മൾ സ്മരിക്കേണ്ട മറ്റൊരു പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു ഭാഗമുണ്ട്. അതായത് യഥാർത്ഥത്തിൽ പിശാചിൻ്റെ ആ പിന്മാറ്റത്തിൻ്റെ ഒരു കേസ് സ്റ്റഡി, അതാണ് നമുക്ക് ബദറിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്മരിക്കേണ്ട ഒരു ഭാഗം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിൻ്റെ 22-ാമത്തെ വചനം, ആ വചനം വളരെ സവിശേഷമായിട്ടുള്ളൊരു വചനമാണ്. ചില പണ്ഡിതന്മാരെല്ലാം ഖുതുബത്തു ഷെയ്ത്താൻ, പിശാചിൻ്റെ ഖുതുബ എന്നെല്ലാം വിശേഷിപ്പിച്ചൊരു വചനം അവിടെ കടന്നു വരുന്നുണ്ട്. പിശാചിൻ്റെ ഖുതുബ എന്ന് വിളിക്കാനുള്ള കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മരണാനന്തര ജീവിതത്തിൽ വിചാരണയെല്ലാം കഴിഞ്ഞ് നരകസ്വർഗത്തിൽ ആളുകൾ എത്തിയാൽ, അല്ലെങ്കിൽ ആ വിചാരണയെല്ലാം പൂർത്തിയാക്കി ആ നരകത്തിലേക്കും സ്വർഗത്തിലേക്കെല്ലാം പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് ഏതോ ഒരു പോയിന്റിൽ വെച്ച് പിശാച് തന്നെ പിന്തുടർന്ന അനുയായികളോട് പിശാച് നടത്തുന്ന ഒരു പ്രഭാഷണം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. കഴിയുമെങ്കിൽ ആയത്ത് വായിച്ചു നോക്കുക. ആ ഖുതുബ യഥാർത്ഥത്തിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായിട്ടുള്ള കാരുണ്യം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാൻ. സുബ്ഹാനല്ലാഹ്. പിശാച് ഭാവിയിൽ പറയാൻ പോകുന്നൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തന്നെ നമുക്ക് പറഞ്ഞു തരാൻ. അത് ലൈവായിട്ട് ആ ഖുതുബ കേൾക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു നിർഭാഗ്യമാണ്. അതിൽ നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ പിശാച് അവിടെ വെച്ച് പറയാൻ പോകുന്ന ആ ഖുതുബ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുകയാണ്. അത് അള്ളാഹിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. പിശാച് അവിടെ വെച്ച് ആ നിർണായക സന്ദർഭത്തിൽ അവസാന നിമിഷത്തിൽ പിശാച് അവിടെ വെച്ച് തന്നെ പിന്തുടർന്ന ആ വിഡ്ഢികളായിട്ടുള്ള അനുയായികളോട് പറയും, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യസന്ധമായിട്ടുള്ള വാഗ്ദാനം നിങ്ങൾ ആ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. അതേ സന്ദർഭത്തിൽ വഅഅ്തുക്കും ഫഅഖ്ലഫ്തുക്കും, ഞാനും നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകി. പക്ഷേ എൻ്റെ വാഗ്ദാനം ഒരു മരീചിക പോലെയായിരുന്നു. അതായത്
ഞാൻ ഉറപ്പില്ലാത്തൊരു വാഗ്ദാനമാണ് നൽകിയത്. അത് മാത്രമല്ല ഫഅഖ്ലഫ്തുക്കും, ഞാൻ ആ വാഗ്ദാനം ലംഘിക്കുകയും ചെയ്തു. ആ ലംഘിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ പലതവണയായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിലുടനീളം, ആ ഒരു കാലഘട്ടത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം നേരത്തെ തന്നെ നിങ്ങൾക്ക് താക്കീത് നൽകുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഖുത്ബ അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി നൽകുന്ന താക്കീതാണ്. എന്നിട്ട് പിശാച് പറയും, ആ സന്ദർഭത്തിൽ വീണ്ടും പിശാച് സംസാരം തുടരാണ്. ആയത്ത് വായിച്ചു നോക്കുക. പിശാച് അവിടെ വെച്ചുകൊണ്ട് പറയും, എനിക്ക് നിങ്ങളുടെ മീതെ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഞാൻ കേവലം ചില പ്രലോഭനങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇട്ട് തരിക മാത്രമാണ് ചെയ്തത്. ഇല്ലാ അൻ ദഅവ്തുക്കും ഫസ്തജബ്തും ലി, ഞാൻ എൻ്റെ ചൂണ്ടയിൽ പ്രലോഭനങ്ങളാകുന്ന ആ ഇര കാണിച്ച് നിങ്ങളെ ക്ഷണിച്ച സന്ദർഭത്തിൽ നിങ്ങൾ വരാനിരിക്കുന്ന പരിണിത ഫലങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾ ആ നരകവും സ്വർഗവും അതൊന്നും നിങ്ങൾ ഓർക്കാതെ, അതിൻ്റെ പരിണിത ഫലങ്ങളൊന്നും ഓർക്കാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം അപകടം താക്കീത് ചെയ്തിട്ടും അപകടമാണെന്ന് അറിഞ്ഞിട്ടും ഞാനിട്ട് എന്ന ആ പ്രലോഭനമാകുന്ന ചൂണ്ടയിൽ നിങ്ങൾ കൊത്തി. അതുകൊണ്ട് എന്നെ നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നൊരു അവസാനം പിശാച് പറയുന്നുണ്ട്, ഇനി നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല, കാരണം ക്ലൈമാക്സ് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാവർക്കും ഒരുപോലെ പോയി നരകത്തിൽ കിടന്ന് അനുഭവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പിശാച് അവസാനം ആ രൂപത്തിൽ അനുയായികളെയും കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗം, ആ ഭീകരമായിട്ടുള്ള രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നുണ്ട്. അപ്പം അവിടെയും നമ്മൾ കാണുന്നത് അവസാന നിമിഷത്തിലുള്ള പിശാചിൻ്റെ പിന്മാറ്റമാണ്. അതാണ് നമ്മൾ ബദറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രവും. നമുക്കറിയാം, നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലും നമ്മളൊരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് പിശാച് നിരന്തരം പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കും. എന്താണത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, റഹ്മാനാണ്, റഹീമാണ്, ഒരു തെറ്റ് ചെയ്തതെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതേ രൂപത്തിലുള്ള പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ആ തെറ്റ് ചെയ്യിപ്പിക്കുന്നത് വരെ പ്രതീക്ഷ നൽകി തെറ്റ് ചെയ്ത ഉടനെ തന്നെ പിശാച് പിന്നീട് നിരാശയുടെ മന്ത്രങ്ങളാണ്. എന്തിനാണ് നീ ചെയ്തത്, ഈ ഒരു തെറ്റ് ചെയ്യുക, ഇനി എങ്ങനെയാണ് നിനക്ക് നമസ്കരിക്കാൻ, അതേ രൂപത്തിൽ പിന്നീട് കഴിയുന്നത്ര അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അകറ്റാനുള്ള മന്ത്രങ്ങളായിരിക്കും. അവസാനം നിരാശയും മറ്റും നൽകി അകറ്റി അവസാനം ഇതേ രൂപത്തിൽ ആ പിശാചിൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവന്ന് അവസാനം ക്ലൈമാക്സിൽ നിന്നെ ഉപേക്ഷിച്ച് ആ നരകത്തിലേക്ക് കടക്കുന്ന ഒരു ചിത്രം, അതുതന്നെയാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ മറുവശത്ത് പിശാചൻ അവിടെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയും നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു. വഅദൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനം അത് സത്യസന്ധമായിട്ടുള്ള വാഗ്ദാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അത് ലംഘിക്കുന്നവനല്ല. അപ്പോൾ പിശാച് അവസാനമായിട്ട് കൂറുമാറുന്ന ചിത്രമാണെങ്കിൽ, വഞ്ചനയുടെ ആ പദങ്ങൾ പറഞ്ഞ് പിശാച് അവസാനം അവരെ കൈയൊഴിയുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതിൻ്റെ ഒരു മറുവശവും അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗാവകാശികളായിട്ടുള്ള ആളുകൾ ആ സമാധാനത്തിൻ്റെ ഭവനം ദാറുസ്സലാമിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവിടെ എത്തിയ ആളുകളോട് സൂറത്തുൽ അറാഫിൻ്റെ 44-ാമത്തെ വചനത്തിൽ അവിടെ ആ സ്വർഗപ്രവേശനം ലഭിച്ച ആളുകളോട് അവരോട് ചോദിക്കുന്നുണ്ട്, ഫഹൽ വജത്തുക്കും മാ വഅദ റബ്ബുക്കും ഹഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അത് സത്യസന്ധമാണ്, അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചത് യാഥാർത്ഥ്യമാണെന്ന് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? അവർ പറയും ഖാലൂ നഅം, സ്വർഗവാസികൾ പറയും, അവർ അതേ എന്ന് പറയും. അതുമാത്രമല്ല, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാനമായിട്ട് സൂറത്ത് സുമറിൻ്റെ 74-ാമത്തെ വചനത്തിലും വഖാലു അൽഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദഹു, സ്വർഗവാസികൾ പറയാൻ, ഓ അല്ലാഹ്, ഞങ്ങൾക്ക് നീ നൽകിയ വാഗ്ദാനം നീ സത്യസന്ധമായിട്ട് നീ പാലിച്ചു എന്നെല്ലാം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്വർഗവാസികൾ സ്തുതിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം ഇതാണ് യഥാർത്ഥത്തിൽ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പിശാചിൻ്റെ ആ ഒരു പിന്മാറ്റത്തിൻ്റെ ആ നിർണായക സന്ദർഭത്തിൽ അവസാന നിമിഷത്തിലുള്ള ആ പിശാചിൻ്റെ പിന്മാറ്റത്തിൻ്റെ ചെറിയൊരു ചിത്രമാണ് യഥാർത്ഥത്തിൽ ബദറിൽ നമ്മൾ കണ്ടത്. ഇതാണ് ആ ഒരു പിശാചുമായിട്ടാണ് നമുക്ക് ജീവിതത്തിലുടനീളം നമുക്ക് സംഘട്ടനം ചെയ്യാനുള്ളത്. പിശാചുമായിട്ട് നമ്മൾ നിരന്തരം ഏറ്റുമുട്ടുക, അതാണ് ഏറ്റവും വലിയ ശത്രു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൻ്റെ ആരംഭഭാഗത്ത് 6-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന ശൈത്വാന ലക്കും അദുവ് ഫത്തഖിദൂഹു അദുവ്വ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ പിശാചിനെ നിങ്ങൾ ശത്രുവാക്കി മനസ്സിലാക്കി അവനെ ശത്രുവായിട്ട് സ്വീകരിച്ച് നിങ്ങൾ ആ സംഘട്ടനം നടത്തുക എന്നുള്ളതാണ്. പിശാചുമായിട്ടുള്ള സംഘട്ടനം അത് നമ്മൾ അവസാന ശ്വാസം വരെ ഭൂമിയിൽ നിർവഹിക്കേണ്ടതായിട്ടുള്ളൊരു സംഘട്ടനമാണ്. അതേ സന്ദർഭത്തിൽ പിശാചിനെ ആരെങ്കിലും മിത്രമായിട്ട് സ്വീകരിച്ചാൽ ഔലിയാ ഉ ശൈത്താൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസാഇൻ്റെ 76-ാമത്തെ വചനത്തിൽ ഔലിയാ ഷെയ്ത്താൻ, പിശാചിനെ മിത്രമായിട്ട് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ സൂറത്തു മുജാദിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഹിസ്ബു ഷെയ്ത്താൻ, പിശാചിൻ്റെ അനുയായികൾ, അവർ പിശാചിനെ മിത്രമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ അവസാന ഘട്ടത്തിൽ അവന് പിന്തിരിയും. ആ വാഗ്ദാനം ഒരിക്കലും അവന് പാലിക്കില്ല എന്നുള്ള അത് തന്നെയാണ് നമ്മൾ ഖുറൈശികളുടെ ഭാഗത്തും കണ്ടത്. വാഗ്ദാനം എല്ലാം നൽകി കൊണ്ടുവന്ന് അവസാനം പിന്തിരിയുന്ന ചിത്രമാണ്. അപ്പോൾ അവസാന നിമിഷത്തിലുള്ള ആ പിശാചിൻ്റെ പിന്മാറ്റം നമ്മൾ സൂചിപ്പിച്ചു. ഇനി നമ്മൾ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ അവർക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. ഞാനത് ആവർത്തിക്കുകയാണ്, കാരണം അതുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രതികരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ബനൂ ഹാശിമിൽപ്പെട്ട ആരെങ്കിലും യുദ്ധക്കളത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അവരെ നിങ്ങൾ വധിക്കരുത്. ഫമൻ ലഖിയ മിൻകും അഹദൻ മിൻ ബനൂ ഹാശിം ഫലാ യഖ്തുൽഹു. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അവരെ നിങ്ങൾ യുദ്ധക്കളത്തിൽ കണ്ടാൽ ബനൂ ഹാശിമുകാരെ നിങ്ങൾ വധിക്കരുത്. കാരണം അവരാരും ഇഷ്ടപ്രകാരം യുദ്ധത്തിന് വന്നതല്ല. ഖദ് അഖ്റജു ഖുർഹൻ, അവരിഷ്ടമില്ലാതെ നിർബന്ധം കാരണം മറ്റു ചില കാരണങ്ങളാൽ അവർ വന്നതാണ്. ലാ ഹാജത ലഹും ബി ഖിതാലിന, അവർ നമ്മളായിട്ട് യുദ്ധത്തിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് ബനൂ ഹാശിമിൽ തന്നെ പെട്ട മറ്റൊരു വ്യക്തിയെയും റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്ന കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചതാണ്. വമൻ ലഖിയ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അമ്മ റസൂലില്ലാ ഫലാ യഖ്തുൽഹു. റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും അബ്ബാസിനെ കണ്ടാൽ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ യുദ്ധക്കളത്തിൽ കണ്ടാൽ അവരെയും നിങ്ങൾ വധിക്കരുത്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അതേപോലെ തന്നെ അബുൽ ബുഖ്തരിയെയും നിങ്ങൾ വധിക്കരുത്. അതിൻ്റെ കാരണമെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ ബനൂ ഹാശിമുകാരെയും അബ്ബാസിനെയൊന്നും വധിക്കരുതെന്ന് റസൂലുള്ളാഹി പറഞ്ഞ സന്ദർഭത്തിൽ കേട്ടുന്ന ആളുകളിൽ ഒരാൾ ഒരു കമൻറ്റ് പറയുന്നുണ്ട്. ആ കേട്ടുന്ന വ്യക്തി അതായത് സ്വഹാബികളിൽ തന്നെ പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ആ റസൂലുള്ളാഹിൻ്റെ ആ ഒരു കൽപ്പന, ആ ഒരു ഇൻസ്ട്രക്ഷൻ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു കമൻറ്റ് പറഞ്ഞു. ആ പറഞ്ഞ വ്യക്തി മറ്റാരോ ആയിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പ്രത്യേകം ഓർത്തു വെക്കാൻ പറഞ്ഞ ഉത്ബത്ത് ബിൻ റബിയയുടെ മകൻ അബൂ ഹുദൈഫ ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു, അബൂ ഹുദൈഫ ഒരു കമൻറ്റ് പറഞ്ഞു. അബൂ ഹുദൈഫ ആ കമൻറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, അബൂ ഹുദൈഫ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായിട്ടൊരു മാനസികാവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. കാരണം അപ്പുറത്ത് ഒരല്പം മുമ്പ്, നിമിഷങ്ങൾക്ക് മുമ്പ് മുബാറസയിൽ തൻ്റെ പിതാവും അതേപോലെ തന്നെ ജ്യേഷ്ഠനും മൂത്താപ്പയെല്ലാം മരിച്ചു വീഴുന്നത് അദ്ദേഹം നേർക്ക് നേരെ കണ്ട ആ ഷോക്കിൽ അവിടെ നിൽക്കുകയാണ്. എത്ര തന്നെ ആണെങ്കിലും, അതായത് തൻ്റെ നേരെ പിതാവും അതേപോലെ തന്നെ ജ്യേഷ്ഠനും അവരെ അലി റളിയല്ലാഹു അൻഹു ആ സംഘവും കീഴടക്കിയ ചരിത്രം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ, പ്രത്യേക ഒരു അവസ്ഥയിൽ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹിൻ്റെ പ്രസ്താവന വരുന്നത്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ ബനൂ ഹാശിമുകാരെ ഒന്നും വധിക്കരുതെന്നുള്ള പ്രസ്താവന വരുന്നത്. അപ്പോൾ അത് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ ഒരു ഇമോഷൻ്റെ പുറത്ത് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനഖ്തുലു ആബാഅനാ വ അബ്നാഅനാ വ ഇഖ്വതനാ വ അശീറതനാ വ നത്റുകുൽ അബ്ബാസ്. നമ്മുടെ സ്വന്തം പിതാക്കളെയും അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം പിതാവിനെയും മക്കളെയും അതേപോലെ തന്നെ സഹോദരങ്ങളെ എല്ലാം വധിച്ചത്, അതെല്ലാം നമ്മൾ വധിക്കാൻ റെഡിയാണ്. അവരെ എല്ലാം വധിച്ചിട്ട് അബ്ബാസിനെ വെറുതെ വിടണമെന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? എന്നിട്ട് അദ്ദേഹം പറയാണ്, വല്ലാഹി ലഇൻ ലഖീതുഹു, ഞാനെങ്ങാനും യുദ്ധക്കളത്തിൽ, പോർക്കളത്തിൽ അബ്ബാസിനെ കണ്ടാൽ ഞാൻ അദ്ദേഹത്തെ വധിക്കുക തന്നെ ചെയ്യും. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു സൈഡ് പോയിന്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഹാശിമുകാരെ വധിക്കരുതെന്നുള്ള ആ ഒരു കൽപ്പന നൽകാനുള്ള കാരണം സ്വന്തം കുടുംബത്തെ അപകടത്തിൽ സംരക്ഷിക്കുക ആ രൂപത്തിലുള്ള ഒരു താല്പര്യം ആയിരുന്നില്ല. നമുക്കറിയാം, ഒരല്പം മുമ്പ് ആ മുബാറസ, ആ ദ്വന്ദ്വ യുദ്ധം അരങ്ങേറിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച 3 ആളുകളും റസൂലുള്ളാഹിൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട റസൂലുള്ളാഹിൻ്റെ അടുത്ത ബന്ധുക്കളാണ്. ആ രൂപത്തിലെ സദാസന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വന്തം കുടുംബത്തിൽ നിന്നാണ് എല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു താല്പര്യം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ടാമതായിട്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ വധിക്കരുതെന്ന് പറയാനുള്ള കാരണം നിരവധി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ഒരു കാരണം, അല്ലാഹു അലം, പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നേരത്തെ തന്നെ അകം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അപ്പോൾ വിശ്വാസം ഒളിപ്പിച്ചു വെച്ച ആ ഖുറൈശി നീക്കങ്ങൾ അറിയാൻ വേണ്ടി ഖുറൈശികൾക്കിടയിൽ തന്നെ ജീവിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അനുവദിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അതിന് തെളിവായിട്ട് നിരവധി കാരണങ്ങൾ, പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആ രണ്ടാം അഖബ ഉടമ്പടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് തൊട്ടു മുമ്പ് മദീനയിൽ നിന്നൊരു സംഘം വന്ന സന്ദർഭത്തിൽ അതീവ രഹസ്യമായിട്ട് അർദ്ധരാത്രി റസൂലുള്ളാഹി ആ സംഘത്തെ കാണാൻ വേണ്ടി റസൂലുള്ളാഹി പോയ സന്ദർഭത്തിൽ പോലും
റസൂലുള്ളാഹിൻ്റെ കൂടെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നതെല്ലാം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ചില ന്യായമായിട്ടുള്ള കാരണങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവിടെയും അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞത്, പ്രത്യേകമായിട്ട് അബുൽ ബുഖ്തരിയുടെ കാര്യവും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു പ്രസ്താവന, അത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ വിവേകത്തിൻ്റെ പുറത്തായിരുന്നില്ല, മറിച്ച് വികാരത്തിൻ്റെ പുറത്ത് നടത്തിയൊരു പ്രസ്താവനയാണ്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞു. റസൂലുള്ളാഹി അത് കേട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് വിഷമമുണ്ടാവും, തീർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ചുറ്റിലേക്ക് നോക്കി. റസൂലുള്ളാഹി നേരെ മുമ്പിലുണ്ടായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് നോക്കി റസൂലുള്ളാഹി പറഞ്ഞു, യാ അബാ ഹഫ്സ്, ഓ അബൂ ഹഫ്സ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി വിളിച്ച കുനിയാണ്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റസൂലുള്ളാഹി ആ ഒരു കുനിയയിൽ എന്നെ ആദ്യമായിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞു. അതായത് അബൂ ഹുദൈഫ ഈ രൂപത്തിലെല്ലാം സംസാരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതിന് ശേഷം അബൂ ഹുദൈഫയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് അങ്ങേയറ്റം കോപം വരികയാണ്. കാരണം അവർ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു കൽപ്പനയ്ക്ക് എതിരായിട്ട് ഈ രൂപത്തിലുള്ളൊരു കമൻറ്റ് പറഞ്ഞതിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം കോപിക്കുകയാണ്. അത് കേട്ട ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദഅനി ഉദ്രിബു അനഖഹു ബിസൈഫ്, ഞാൻ അവൻ്റെ തലയെടുക്കും, വല്ലാഹി ലഖദ് നാഫഖ. ഈ രൂപത്തിലെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ആ രൂപത്തിലൊന്നും പ്രതികരിക്കേണ്ടതില്ല, നീ പോയി അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉപദേശിച്ച ആ സന്ദർഭത്തിലാണ് അബൂ ഹുദൈഫക്ക് താൻ പറഞ്ഞ ആ വാക്കിൻ്റെ ഗൗരവം അദ്ദേഹം ഓർക്കുന്നത്. ആ പറഞ്ഞ വാക്കിൻ്റെ ആ ഗൗരവം അദ്ദേഹത്തെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിൻ്റെ ആ മനപ്രയാസം മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നീട് ഒരല്പം നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ പിന്നീട് ആ ബദർ യുദ്ധാനന്തരം അബൂ ഹുദൈഫ തണുത്ത് ആ ഒരു സന്ദർഭത്തിൽ ആ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ അവരെ ഖബറടക്കുന്ന ആ സന്ദർഭത്തിൽ അബൂ ഹുദൈഫയുടെ അടുത്ത് റസൂലുള്ളാഹി അങ്ങോട്ട് പോയി റസൂലുള്ളാഹി സംസാരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി അബൂ ഹുദൈഫയോട് ചോദിക്കുന്നുണ്ട്, റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ചോദിച്ചു, പിതാവിൻ്റെ അവസ്ഥയിൽ അങ്ങേയറ്റം വിഷമമുണ്ടല്ലേ? അപ്പോൾ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, തീർച്ചയായിട്ടും ഞാൻ ആ രൂപത്തിൽ പറഞ്ഞതല്ല. എനിക്ക് ഏറ്റവും വിഷമായി തോന്നിയത് എൻ്റെ പിതാവ് ഉത്ബ അത്യധികം ബുദ്ധിയുള്ള, വിവേകമുള്ള, അതേപോലെ തന്നെ നല്ല അഭിപ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമെന്ന് ഞാൻ അങ്ങേയറ്റം പ്രതീക്ഷിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതില്ലാതെ, ഇസ്ലാം ഇല്ലാതെ ഈ രൂപത്തിൽ അവിശ്വാസിയായിട്ട് മരണപ്പെട്ടതിലുള്ള ആ ഒരു വിഷമം കാരണമാണ് ഞാൻ അതെല്ലാം പറഞ്ഞു പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൽ തട്ടി റസൂലുള്ളാഹി അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ആ സന്ദർഭത്തിൽ പ്രത്യേകം പ്രാർത്ഥിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ മാതൃകയാണ് റസൂലുള്ളാഹി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിന്തിച്ചു നോക്കുക. ഒന്നാമതായി അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു പ്രതികരണം, ആ വികാരത്തിൻ്റെ പുറത്തുള്ള പ്രതികരണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കിലെടുക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. കാരണം അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സന്ദർഭത്തിലുള്ള മാനസികാവസ്ഥയും സന്ദർഭവും സാഹചര്യവും അതെല്ലാം വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇവിടെയെല്ലാം റസൂലുള്ളാഹിൻ്റെ ആ ഒരു നേതാവെന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹിൻ്റെ ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ്, ആ മനോഹരമായിട്ടുള്ള ആ ഒരു തലങ്ങളാണ് വളരെ കൃത്യമായിട്ട് ഈ സംഭവം പ്രതിഫലിപ്പിക്കുന്നത്. അവിടെയും തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം, ആ കമൻ്റ് അറിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി നേരിട്ട് പോയി ശക്തമായിട്ടുള്ള ഭാഷയിൽ താക്കീത് നൽകാതെ റസൂലുള്ളാഹി പകരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് പറഞ്ഞയക്കുന്നത്. നേർവിരുദ്ധമായിട്ട് റസൂലുള്ളാഹി നേരിട്ട് പോയി ശക്തമായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചിരുന്നെങ്കിൽ അത് ജീവിതത്തിലുടനീളം അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് തീരാ വിഷമായി അവിടെ അവശേഷിക്കുമായിരുന്നു. ഈ ഒരു പറഞ്ഞ വാക്കിൻ്റെ പേരിൽ തന്നെ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ആ ബദറിൻ്റെ സന്ദർഭത്തിൽ അന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് പിന്നീട് ഞാൻ ഒരിക്കലും ഓർക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് ഒരിക്കലും എനിക്ക് സമാധാനം ഉണ്ടായിട്ടില്ല എന്നുള്ള അത്രയേറെ അദ്ദേഹം പിന്നീട് വിഷമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അതിനുള്ള ഒരു പ്രായശ്ചിത്തം എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുവേണ്ടി നിരന്തരം പിന്നീട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ വാക്കിനുള്ള പ്രായശ്ചിത്തമായിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദാവാൻ വേണ്ടി അദ്ദേഹം കൊതിച്ചു എന്നുള്ള. അങ്ങനെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു തൗബ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട്
അദ്ദേഹത്തിന് രക്തസാക്ഷിയാകാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു. നമുക്കറിയാം അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ആ യമാമ യുദ്ധത്തിൽ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു അതിൽ ഷഹീദാവാണ്. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ വളർത്തുപുത്രൻ, ഞാൻ നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ സാലിം മൗല അബൂ ഹുദൈഫ റളിയല്ലാഹു, രണ്ടാളും ആ യുദ്ധത്തിൽ രക്തസാക്ഷിയാകുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയേറെ അദ്ദേഹത്തിന് ആ ഒരു വാക്കുകൾ വിഷമമുണ്ടാക്കി എന്നുള്ളതാണ്. അതുമാത്രമല്ല, മൂന്നാമതായിട്ട് കാണിക്കുന്ന മനോഹരമായിട്ട് ഒരു സംഭവം കാണിക്കുന്ന മറ്റൊരു തലം, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ച് നോക്കുക. റസൂലുള്ളാഹി അബൂ ഹുദൈഫയുടെ ആ വികാരമെല്ലാം തണുത്ത് അദ്ദേഹം ആ യുദ്ധാനന്തരം അതെല്ലാം അവസാനിച്ചതിന് ശേഷം അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അങ്ങോട്ട് പോയി കണ്ട് സംസാരിക്കുകയാണ്. അവിടെയും റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസിക വിഷമം അത് മാറ്റാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി അങ്ങോട്ട് പോയി സംസാരിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സംഭവം പറയുമ്പോൾ സമാനമായിട്ട് ഓർക്കുന്ന മറ്റൊരു സംഭവം സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു സംഭവമുണ്ട്. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലെല്ലാം ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം. ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരണപ്പെട്ട സന്ദർഭത്തിൽ വിഷമത്തോടുകൂടി ആ ഖബറിനടുത്തിരുന്ന് അവർ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് റസൂലുള്ളാഹി അതുവഴി പാസ് ചെയ്യുകയാണ്. റസൂലുള്ളാഹി അതുവഴി നടന്നു പോവാണ്. റസൂലുള്ളാഹി ആ സ്ത്രീയോട് ഇത്തഖില്ല വസ്ബിരി, നീ ക്ഷമിക്കുക, അള്ളാഹനെ സൂക്ഷിക്കുക എന്നല്ല റസൂലുള്ളാഹി ഉപദേശിച്ച സന്ദർഭത്തിൽ ആ നടന്നു പോകുന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ആ സ്ത്രീ അറിയുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ വളരെ മോശമായിട്ട് പ്രതികരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ല, ഇതിൻ്റെ വിഷമം നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ, അത് നിങ്ങൾക്ക് വന്നു നോക്കണം, ആ രൂപത്തിലെല്ലാം ആ സ്ത്രീ പ്രതികരിക്കുകയാണ്. അത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരക്ഷരം മിണ്ടാതെ റസൂലുള്ളാഹി നടന്നു പോവാണ്. കാരണം ആ സ്ത്രീ ആ സന്ദർഭത്തിൽ ഇമോഷണലായിട്ടാണ് പ്രതികരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ഒരക്ഷരം മിണ്ടുന്നത്. ഒരിക്കലും നമുക്കറിയാം, നീ ആരോടാണ് ഈ രൂപത്തിലെല്ലാം സംസാരിക്കുന്നത്? ഞാൻ ചെറുപ്പം മുതലേ ഇതേ രൂപത്തിലെ ഉമ്മയും പിതാവും മാതാവെല്ലാം നഷ്ടപ്പെട്ട് ഇതേ രൂപത്തിൽ നഷ്ടത്തിൻ്റെ വിലയെല്ലാം നന്നായി അറിയുന്നവനാണ്. നീ ഈ രൂപത്തിലാണോ? ആ രൂപത്തിൽ ഒന്നും റസൂലുള്ളാഹി പ്രതികരിക്കാതെ നിശബ്ദമായി നടന്നുപോയി. പിന്നീട് ആ സ്ത്രീ ഈ സംഭവം എല്ലാം കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഏതോ ഒരാൾ ആ സ്ത്രീയോട് പറഞ്ഞു, നീ ആരോടാണ് ഈ രൂപത്തിലെല്ലാം സംസാരിച്ചത്? അപ്പോഴാണ് ആ സ്ത്രീ അറിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് താൻ മോശമായിട്ട് സംസാരിച്ചതെന്ന് ആ സ്ത്രീ മനസ്സിലാക്കിയ ഉടനെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉപദേശം നൽകുന്നത്, അസ്സബ്റു ഇൻദ സുദ്മത്തുൽ ഊല. ക്ഷമ എന്നുള്ളത് ഏതെങ്കിലും ഒരു വിപത്ത് വരുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ആദ്യത്തിലാണ് ആ ക്ഷമ നിങ്ങൾ കാണിക്കേണ്ടതെന്നുള്ള ആ ഒരു ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ആ സ്ത്രീക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായ സന്ദർഭത്തിൽ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്ന സന്ദർഭത്തിൽ ആ ആയിഷ റളിയല്ലാഹു അൻഹ ആ പ്ലേറ്റ് എറിഞ്ഞ് പൊട്ടിച്ച സന്ദർഭത്തിലും റസൂലുള്ളാഹി അവിടെ ഒരക്ഷരം മിണ്ടാതെ ഖാറത്ത് ഉമ്മുക്കും, റസൂലുള്ളാഹിൻ്റെ മനോഹരമായിട്ടുള്ള പ്രതികരണം അവിടെ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് അതാണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു സംഭവങ്ങളെല്ലാം വരച്ച് കാണിക്കുന്നത്. എത്രത്തോളം നേതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ അണികളെ നയിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ മാതൃകയാണ് ഇതിലൂടെ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകുന്നത്. ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിയതിന് ശേഷം ആ ശത്രു സൈന്യത്തിൻ്റെ ഭാഗത്തേക്ക് കുതിക്കാനിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രചോദനമാകാൻ വേണ്ടി റസൂലുള്ളാഹി മനോഹരമായിട്ടുള്ള ചില വാക്കുകൾ, ചില സുവിശേഷങ്ങൾ റസൂലുള്ളാഹി അവസാനമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിലുടനീളം ഇതേ രൂപത്തിൽ സൈനിക മേധാവികൾ അവർ യുദ്ധത്തിന് തൊട്ടുമുമ്പായിട്ട് നൽകുന്ന വളരെ വളരെ മനോഹരമായിട്ടുള്ള ചില ഉപദേശങ്ങൾ പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിക്കും. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ ഉമവികളുടെ കാലത്ത് താരിഖ് ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം എല്ലാം നടത്തുന്ന അവസാനമായിട്ട് നടത്തുന്ന യുദ്ധത്തിന് തൊട്ടുമുമ്പ് നടത്തുന്ന പ്രഭാഷണങ്ങൾ ചരിത്ര പ്രസിദ്ധമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ അണികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദി, മുഹമ്മദിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാവ് ആരുടെ കയ്യിലാണോ അവന് തന്നെയാണ് സത്യം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ലാ യുഖാതിലുഹുമുൽ യൗമ റജുലുൻ ഫൽയുഖ്തലു സ്വാബിറൻ മുഹ്തസിബൻ മുഖ്ബിലൻ ഗൈറ മുദ്ബിർ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. റസൂലുള്ളാഹി പറയാണ്, ഈ ഒരു ദിവസം, ഇന്നത്തെ ദിവസം യുദ്ധക്കളത്തിൽ പിന്തിരിഞ്ഞോടാതെ ക്ഷമയോടുകൂടെ അല്ലെങ്കിൽ പ്രതിഫലേച്ഛയോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ ശത്രു സൈന്യത്തെ ആര് യുദ്ധക്കളത്തിൽ നേരിടുന്നുവോ അവൻ സ്വർഗാവകാശിയായിരിക്കും. റസൂലുള്ളാഹി അവസാനമായിട്ട് അവരോട് പറയാണ്. എന്ന് റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹ സമാവാതി വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള
ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാൻ. റസൂലുള്ളാഹിൻ്റെ ഈ ഒരു വാക്ക് കേട്ട സന്ദർഭത്തിൽ അണികളിൽ നിന്നും സ്വഹാബികളിൽ നിന്നും ഒരു വ്യക്തി ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസാരിയാണ്. അദ്ദേഹം ആ സന്ദർഭത്തിൽ വിശപ്പ് കാരണം ഈത്തപ്പഴം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ ഒരു വാക്ക് കേട്ട ഉടനെ തന്നെ അദ്ദേഹം പ്രതികരിച്ചു, ബഖിൻ ബഖ്. അതായത് ഒരു പ്രതികരണം, അതായത് ഭാഷയിലുള്ള ഒരു എക്സ്പ്രഷനാണ്. അതായത് നമ്മൾ ചില സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തോട് അതൃപ്തി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്. ആ രൂപത്തിലുള്ള ഒരു 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 പ്രതികരണമാണത്. ഇപ്പോൾ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ പ്രതികരിച്ച സന്ദർഭത്തിൽ റസൂൽ അത് കേട്ട് റസൂൽ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, മാ യഹ്മിലുക അലാ ഖൗലിക ബഖിൻ ബഖ്. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞു? ഞാനത് പറഞ്ഞ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് നീ ആ രൂപത്തിൽ സംസാരിക്കാനുള്ള കാരണം? ഉടനെ തന്നെ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകർ, ഒന്നുമില്ല, ഞാൻ യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ പറയാനുള്ള കാരണം ഞാൻ താങ്കൾ പറഞ്ഞ ആ ഒരു സ്വർഗം, അതായത് ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള ആ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് അക്കൂന മിൻ അഹ്ലിഹ, അതിൻ്റെ അവകാശിയാവാൻ വേണ്ടി ഞാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു, ഫ ഇന്നക മിൻ അഹ്ലിഹ, തീർച്ചയായിട്ടും താങ്കൾ അതിന് അവകാശിയാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി പറയാൻ താങ്കൾ അതിന് അവകാശിയാണെന്ന് റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറയാൻ. അത് കേട്ടപ്പോൾ എത്രത്തോളം ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു കാണണം. അത് കേട്ട ആ ഒരു സന്തോഷ വാർത്ത കേട്ട ഉടനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം വിശപ്പ് കാരണം ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ആ സ്വർഗാവകാശിയാണ്, താങ്കൾക്കും സ്വർഗത്തിനും ഇടയിലുള്ള തടസ്സം ആ മരണം മാത്രമാണ്, അതാണ് റസൂലുള്ളാഹി പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നഹാല ഹയാത്തുൻ തൊബീല, അതായത് അദ്ദേഹം പറയുകയാണ്, ഈ ഈത്തപ്പഴം തിന്നു കഴിയുന്നത് വരെ ഞാനിവിടെ ഇരിക്കുകയാണെങ്കിൽ, അതുവരെ കാത്തു നിൽക്കുകയാണെങ്കിൽ എത്ര ദൈർഘ്യമേറിയ സമയമായിരിക്കും അത്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ആ ഈത്തപ്പഴം എറിഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. എന്നിട്ട് അദ്ദേഹം ആ ബദറിലെ രണാങ്കണത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാവുകയും ചെയ്യുകയാണ്. അപ്പോൾ ബദറിലെ മരണപ്പെട്ട അല്ലെങ്കിൽ ബദർ ശുഹദാക്കളുടെ ആ ലിസ്റ്റിൽ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ആ ശത്രു സൈന്യം മുസ്ലിങ്ങൾക്ക് നേരെ കുതിച്ചു വരുന്ന ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്തുനിന്ന് ഒരു പിടി മണ്ണെടുത്ത് റസൂലുള്ളാഹി ആ ശത്രു സൈന്യത്തിന് നേരെ എറിയുകയാണ്. ആ എറിയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മണ്ണെറിയാണ്. അത്ഭുതപ്പെടുന്നൊരു കാര്യം, അവിടെ ഒരു മുഅ്ജിസത്ത് സംഭവിക്കുകയാണ്. റസൂലുള്ളാഹി ആ ഒരു പിടി മണ്ണെറിഞ്ഞ സന്ദർഭത്തിൽ ആ മണ്ണ് മൊത്തം ശത്രുക്കളുടെ കണ്ണിലും അതേപോലെ തന്നെ കണ്ണിലും മൂക്കിലും വായിലായിട്ട് വന്ന് പതിക്കുകയാണ്. ഒരു പിടി മണ്ണ് അവിടെയുള്ള ആയിരത്തോളം വരുന്ന ശത്രുക്കളുടെ മുഴുവൻ കണ്ണിലും അത് വന്ന് പതിച്ച് ഒരല്പസമയത്തേക്ക് അവർക്ക് കണ്ണ് കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഈ ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാൽ, നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സൂറത്തുൽ അൻഫാലിലെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യമാണ് പറയുന്നത്. ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളല്ല അവരെ വധിച്ചത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വധിച്ചത്. അതിനുശേഷം വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഓ പ്രവാചകരെ, നിങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ നിങ്ങൾ എറിഞ്ഞിട്ടില്ല, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എറിഞ്ഞത്. മനോഹരാണ്. ഖദറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഈ ഒരു ആയത്ത് അങ്ങേയറ്റം സഹായിക്കും എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ റമൈത ഇദ് റമൈത, നീ എറിഞ്ഞപ്പോൾ നീ എറിഞ്ഞിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ഇദ് റമൈത. അത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് വമാ റമൈത വലാകിന്നല്ലാഹ റമ, നീ എറിഞ്ഞിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എറിഞ്ഞു എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളെല്ലാം ഒരു റോബോട്ട് പോലെ പ്രവർത്തിക്കുന്നവരാണെന്ന് വരും. ആ രൂപത്തിലല്ല കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറഞ്ഞു, വമാ റമൈത ഇദ് റമൈത, നീ എറിഞ്ഞ സന്ദർഭത്തിൽ നീ എറിഞ്ഞിട്ടില്ല. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൻ്റെ ആ ഏറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അസാധാരണമായിട്ടുള്ള ആ ഒരു എഫക്റ്റ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടൽ മൂലമാണ് അവിടെ സംഭവിച്ചത്. ഒരു പിടി മണ്ണ് എറിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ഇതേ രൂപത്തിൽ അവിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണിലെത്തിച്ചതും ആ രൂപത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു എഫക്റ്റ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഭാഗം നമ്മൾ കഴിയുന്നത്ര മാക്സിമം ചെയ്ത് ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ വിടുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പരിശ്രമത്തിനേക്കാൾ വലിയ
എഫക്റ്റ് ആയിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. ഇവിടെ നമ്മൾ ഓർക്കേണ്ട, ഞാൻ നേരത്തെ വളരെ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, മലക്കുകൾ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 1000-ഓളം മലക്കുകൾ അയച്ചത്? ആ വിശദീകരണത്തിലും ഈ ഒരു ആയത്തെ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു. അത് നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. ഇനി ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള നേർക്കുനേരെയുള്ള സംഘട്ടനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രശ്നം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നിരവധി വ്യത്യസ്ത ആളുകളിൽ നിന്നുള്ള ഉദ്ധരണികൾ, നിരവധി പീസുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. പലതും അവ്യക്തമാണ്, സന്ദർഭവും അതേപോലെ തന്നെ ഏതൊരു പോയിന്റിലാണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമല്ല. അപ്പോൾ ഇത്തരത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഉദ്ധരണികൾ നമ്മൾ ചേർത്ത് വെച്ച് ഒരു മുഴുനീള ചിത്രം നിർമ്മിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന ഓർഡറിൽ ആയിക്കൊള്ളണമെന്നില്ല സംഭവങ്ങൾ. അപ്പോൾ മുസ്ലിങ്ങളുടെ നമ്മൾ യുദ്ധം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ, നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം പക്ഷത്തു നിന്നും തുടക്കത്തിൽ തന്നെ ഷഹീദായ പ്രധാനപ്പെട്ട ഒരു സുഹാബി, അൻസാറുകളിൽപ്പെട്ട യുവാവായ ചുറുചുറുക്കുള്ള യുവാവായിരുന്ന ഹാരിസ് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹമാണ് മുസ്ലിം പക്ഷത്തു നിന്നും ആദ്യമായിട്ട് ഷഹീദായ അൻസാറുകളിൽപ്പെട്ട സ്വഹാബി. അദ്ദേഹം നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾ മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവരുമായിട്ട് സാഹോദര്യ ബന്ധം മുആഖ ചേർത്തിരുന്നു. അതിൽ ഈ വ്യക്തി, അതായത് ഹാരിസ് ഇബ്നു സുറാഖയെ റസൂലുള്ളാഹി മുആഖ ചേർത്തത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ സ്വാഇബുമായിട്ടായിരുന്നു റസൂലുള്ളാഹി ഇദ്ദേഹത്തെ മുആഖ ചേർത്തത്. അതുമാത്രമല്ല, അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മാതാവിൻ്റെ ഏക മകനാണ്. മാതാവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് തന്നെ ആ ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഉമ്മയുടെ അടുത്ത് പോയി ഈ ഹാരിസ് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു സമ്മതം വാങ്ങുന്നുണ്ട്. ഉമ്മ മനസ്സോടുകൂടെയാണ് സമ്മതം നൽകുന്നത്, കാരണം ഏക മകനാണ്. ഉമ്മയുടെ ജിഹാദിൻ്റെ പ്രാധാന്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അതിൻ്റെ പ്രാധാന്യമെല്ലാം പറഞ്ഞ് അവസാനം ഉമ്മയെ കൺവിൻസ് ചെയ്തിട്ടാണ് ഹാരിസ് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ അവിടെ യുദ്ധക്കളത്തിൽ ബദറിലെത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അദ്ദേഹത്തിന് ഏൽപ്പിച്ച ചുമതല ആ ശത്രുക്കളുടെ ആ നീക്കങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. അപ്പം അദ്ദേഹം ആ സൈനിക മുന്നണിയിലില്ല, മറിച്ച് ശത്രുക്കളുടെ ഓരോ നീക്കവും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാറാവുകാരനായിട്ട് അദ്ദേഹത്തെ നിർത്തിയതായിരുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ദാഹിച്ച സന്ദർഭത്തിൽ, യുദ്ധം ആരംഭിച്ച ഒരു പോയിന്റിൽ, അതല്ലെങ്കിൽ യുദ്ധത്തിന് തൊട്ടുമുമ്പ് ഏതോ ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് ദാഹം അനുഭവപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം ആ മുസ്ലിങ്ങളുടെ ആ ജലസംഭരണിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പം അദ്ദേഹം ഈ ജലസംഭരണിയുടെ അടുത്തേക്ക് പോകുന്നത് ദൂരെ നിന്നും രണ്ട് വിഭാഗങ്ങളും അവ്യക്തമായിട്ട് കാണുന്നുണ്ട്, ഒരല്പം ദൂരെയാണ്. മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ, നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഖുറൈശികളിൽപ്പെട്ട അസ്വദ് ബിൻ അബുൽ അസദ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി മുസ്ലിങ്ങളുടെ ആ ഹൗദ്, അതായത് അവർ ശേഖരിച്ചു വെച്ച ആ ജലം കീഴടക്കാൻ വേണ്ടി പ്രതിജ്ഞയെല്ലാം എടുത്ത് വരുന്ന ഒരു അനുഭവം ഒരല്പം മുമ്പ് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ച് ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം വെള്ളം കുടിക്കാൻ പോയ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഒരു അമ്പ് വന്ന് തറക്കുകയാണ്. അതാരാണ് അമ്പ് വെച്ചത് എന്നുള്ളത് അവ്യക്തമാണ്. ചില ചരിത്രകാരന്മാർ ആ ഒരു വിഷയത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഇഖ്തിലാഫ് കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ അത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ മുസ്ലിങ്ങൾ ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ച്, കാരണം വെള്ളത്തിനടുത്തേക്ക് പോകുന്നത് നേരത്തെ ഈ ഒരു അനുഭവം ഉള്ളത് കാരണം ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ച് ദൂരെ നിന്നും അവർ അമ്പെയ്തതാണെന്ന് ഒരു പക്ഷം പണ്ഡിതന്മാർ, അതേ സന്ദർഭത്തിൽ മറ്റുള്ള ആളുകൾ അത് ശത്രുക്കൾ അമ്പെയ്തതാണെന്നും വളരെ ശക്തമായിട്ട് ബാധിക്കുന്ന മറ്റൊരു ചരിത്രകാരന്മാരെയും കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഏതോ ഒരു ഭാഗത്തിൻ്റെ അമ്പേറ്റ് അദ്ദേഹം അവിടെ മരണപ്പെടുകയാണ്. അപ്പം അദ്ദേഹം ഷഹീദാണോ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഷഹീദാണോ എന്നുള്ള കാര്യത്തിൽ സ്വഹാബികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ വരികയാണ്. കാരണം യുദ്ധക്കളത്തിൽ ശത്രുവിനോട് പോരാടി ശത്രുവിൻ്റെ വെട്ടേറ്റ് മരിക്കുന്ന ആളുകൾ അവരാണ് ശുഹദാക്കൾ, അവർ മാത്രമേ ഷഹീദാവൂ എന്നാണ് ആ ഒരു സന്ദർഭത്തിൽ സ്വഹാബികൾ ധരിച്ചിരുന്നത്. കാരണം നമുക്കറിയാം അതെല്ലാം വ്യക്തമായി വരുന്നേ ഉള്ളൂ. ആദ്യത്തെ യുദ്ധമാണ്, അത്തരം കൽപ്പനകൾ നിയമങ്ങളെല്ലാം വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വഹാബികൾ ആ രൂപത്തിലാണ് ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ രൂപത്തിൽ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ഈ ഒരു സ്വഹാബി ഹാരിസ് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് ആ ബദറിൻ്റെ ആ യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ മരണപ്പെടാൻ അല്ലെങ്കിൽ ഷഹീദാവാൻ. പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ആ ഒരു സംഭവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് നമ്മൾ യുദ്ധാനന്തരമുള്ള ചിത്രത്തിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ മാതാവിൻ്റെ പേര് റുബയ്യ് റളിയല്ലാഹു അൻഹ, അവർ വാർത്ത അറിഞ്ഞ് മകൻ മരണപ്പെട്ട വിവരം അറിഞ്ഞ് മകനെ തിരക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരുന്നുണ്ട്. അവർ മറ്റുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്ത സന്ദർഭത്തിൽ
മകന് ആ ഷഹീദിൻ്റെ പദവി ഉണ്ടോ എന്നുള്ള ഒരു ആശങ്ക മാതാവിനെ അങ്ങേയറ്റം അലട്ടി. കാരണം അത് പ്രതീക്ഷിച്ചായിരുന്നു ആ മകന് യുദ്ധത്തിലേക്ക് പോയത്. അപ്പോൾ മകൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ആ മാതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സമീപിക്കുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഒരു ഉദ്ധരണി കാണാൻ സാധിക്കും. അവർ ആ റുബൈ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ ഹാരിസ് ബിൻ സുറാഖയുടെ അവസ്ഥ എന്താണ് അവരുടെ അവസ്ഥ? അവന് സ്വർഗം ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമിക്കും. അതല്ല ഇനി അവന് മറ്റു വല്ലതാണെങ്കിൽ ഞാൻ അവൻ്റെ മീതെ എന്നും കരഞ്ഞുകൊണ്ടിരിക്കും. റസൂലുള്ളാഹിനോട് പറയാണ്. അത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മു ഹാരിസ വൈഹക്കി, നീ എന്താണ് ഈ പറയുന്നത്? ഈ രൂപത്തിലാണോ സംസാരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹ ലൈസത്ത് ബി ജന്നത്തിൻ വാഹിദ വലാക്കിൻ ജിനാൻ. റസൂലുള്ളാഹി പറയാണ്, അതായത് അവന് സ്വർഗ്ഗമല്ല, സ്വർഗത്തിൽ നിരവധി തോട്ടങ്ങളുണ്ട്. അതായത് സ്വർഗം എന്നുള്ളത് ഒരു തോട്ടം അല്ലെങ്കിൽ ഒരു പദവിയല്ല, മറിച്ച് നിരവധി പദവികളുള്ളതാണ് സ്വർഗം. എന്നിട്ട് പറയാണ്, നിൻ്റെ മകൻ ഹാരിസ ഇന്ന ഹാരിസ ഫിൽ ഫിർദൗസിൽ അല. റസൂലുള്ളാഹി പറയാണ്, സുബ്ഹാനല്ലാഹ്, ഹാരിസ അതിൽ ഏറ്റവും ഉയർന്ന പദവിയായിട്ടുള്ള ഫിർദൗസുൽ അലയിലാണ് ഈ ഒരു സന്ദർഭത്തിൽ നിൻ്റെ മകനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതാവിനെ ആ വലിയ സന്തോഷ വാർത്ത റസൂലുള്ളാഹി കൈമാറാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സ്വഹാബി ഹാരിസ് ബിൻ സുറാഖ് റളിയല്ലാഹു അൻഹു ആണ് അൻസാറുകളിൽപ്പെട്ട ആദ്യമായിട്ട് യുദ്ധക്കളത്തിൽ ഷഹീദായി വീഴുന്നത്. ഇൻഷാ അല്ലാഹ് പിന്നീട് അങ്ങോട്ടുള്ള ആ യുദ്ധത്തിൻ്റെ ചരിത്രം തുടരുകയാണ്. അതിൽ ആ തുടരുന്ന സന്ദർഭത്തിൽ മലക്കുകളുടെ ആ സാന്നിധ്യം ഏത് രൂപത്തിലായിരുന്നു മുസ്ലിങ്ങൾക്ക് അനുഭവപ്പെട്ടത്, അതേപോലെ തന്നെ ശത്രു സംഘത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട അവരുടെ നേതാക്കളെ ഏത് രൂപത്തിലായിരുന്നു മുസ്ലിങ്ങൾ കീഴടക്കിയത്, അതേപോലെ തന്നെ യുദ്ധത്തിൽ നടന്ന നിരവധി അത്ഭുതങ്ങളും ആ ബദർ യുദ്ധത്തിനിടയിൽ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആ മനോഹരമായിട്ടുള്ള ആ യുദ്ധത്തിൻ്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് തുടർന്ന് അടുത്ത ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെയും ചരിത്രം ആഴത്തിൽ മനസ്സിലാക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പുലർത്തി ആ രൂപത്തിൽ ജീവിക്കാനും നാളെ അവരോടൊപ്പം ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ആ മഹത്തായ സൗഭാഗ്യം നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.